وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم قال النبي صلى الله عليه وسلم الحج المبرور ليس له جزاء إلا الجنة أو كما قال رسول الله صلى الله عليه وسلم അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഔദാര്യം കൊണ്ട് ഒരിക്കൽ കൂടി ഹജ്ജിന്റെ കവാടം തുറക്കപ്പെട്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഹജ്ജിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, ഒരുക്കത്തിന്റെ ഘട്ടം. നമ്മളെല്ലാവരും ഇപ്പോൾ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ് ഒരുക്കത്തിന്റെ ഘട്ടം. 2, ഹജ്ജിന്റെ കർമ്മത്തിന്റെ ഘട്ടമാണ്. ഒരു ദിവസം നമ്മളെ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ച് ഹജ്ജ് ഉംറ സിയാറത്തുകൾ നിർവഹിച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നവരെയുള്ള ഘട്ടം. 3, അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ, ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന് മരിക്കുന്നത് വരെയുള്ള ഘട്ടമാണ്. ഇതിൽ 1-ാമത്തെ ഘട്ടത്തിന് ഒരുക്കം, 2-ാമത്തെ ഘട്ടത്തിന് കർമ്മങ്ങൾ, 3-ാമത്തെ ഘട്ടത്തിന് ഗുണങ്ങൾ എന്ന് പറയപ്പെടുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇത് 3ഉം പരസ്പരം ബന്ധിതമാണ്. ഒരുക്കം എത്ര നന്നായിരിക്കുമോ അതിനനുസരിച്ച് കർമ്മങ്ങൾ നന്നാകും, അതെത്ര നന്നാകുന്നോ അതിനനുസരിച്ച് നമ്മളുടെ ഗുണങ്ങൾ ശരിയാകുന്നതാണ്. ഇതിൽ 1-ാമത്തെ ഒരുക്കത്തിന്റെ ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും കഴിയുന്നത്. ഇത് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ, എങ്കിലും ഈ സമയത്ത് നമുക്ക് ഒരുങ്ങാൻ സാധിക്കും. 1-ാമതായി നാം ചെയ്യേണ്ട ഒരുക്കം യാത്രാ സംബന്ധമായ ഭൗതികമായ ഒരുക്കമാണ്. തീർച്ചയായും ആ ഒരുക്കവും ദീൻ തന്നെയാണ്. ഖുർആൻ പറയുന്നു, നിങ്ങൾ നന്നായി ഒരുങ്ങിയിട്ട് ഹജ്ജിന് പുറപ്പെടും. ഹലാലായ സമ്പത്ത് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. അത്യാവശ്യ സാധന സാമഗ്രികളെല്ലാം നമ്മൾ തയ്യാറാക്കണം. ഇന്ന് അതിന്റെ ആവശ്യമില്ല, അതിനു പകരം പൈസ തയ്യാറാക്കിയാൽ മതി. ആവശ്യമുള്ള സാധനം മക്കത്തും മദീനത്തും ലഭിക്കും. നമ്മുടെ നാടിന്റെ അത്ര അതിനേക്കാൾ കൂടുതൽ വലിയ വില കൂടുതലൊന്നുമില്ലതാണ്. എന്നാൽ രോഗികളായ സഹോദരീ സഹോദരന്മാർ അവരുടെ രോഗത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ, മരുന്നുകൾ, ഇതെല്ലാം നമ്മൾ തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൊറോണയുടെ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വലിയ ജാഗ്രതയും ശ്രദ്ധയും വേണം. പക്ഷെ അതിന്റെ പേരിൽ വല്ലാതെ പേടിപ്പിക്കുകയും ചെയ്യരുത്. ഹാജിമാരാരും ആരോടും യാത്ര ചോദിക്കേണ്ട ആവശ്യമില്ല, ആരോടും മിണ്ടാൻ പാടില്ല, ആരെയും തൊടാൻ പാടില്ല എന്നെല്ലാം അതിന്റെ ആവശ്യമില്ല. എന്നാൽ നമ്മൾ തണുത്ത ആഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് കഴിവിന്റെ പരമാവധി ആരോഗ്യം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കണം. ഇതാണ്. അതുപോലെ തന്നെ യാത്രാ സംബന്ധമായ കാര്യങ്ങൾ നമ്മളുടെ ഹജ്ജ് കമ്മിറ്റിയാണെങ്കിൽ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ നന്നായി മനസ്സിലാക്കണം. ഒരു മടിയും കൂടാതെ സംശയങ്ങൾ ചോദിക്കണം. ഹജ്ജ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ അതിന്റെ നിയമങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് യാത്രയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആ വിഷയം പറയുന്നതാണ്. അതുകൊണ്ട് 1-ാമത്തെ ഒരുക്കം ഭൗതികമായ യാത്രാ സംബന്ധമായ ഒരുക്കമാണ്. അതും ദീൻ തന്നെയാണ്. 2-ാമത്തെ ഒരുക്കം ദീനിയായ ഒരുക്കമാണ്. നമ്മളുടെ മനസ്സുകൾ പരിശുദ്ധമായ നിലയിലായിരിക്കണം ഈ യാത്രയ്ക്ക് നമ്മൾ പുറപ്പെടേണ്ടത്. നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് പരിപൂർണമായി പശ്ചാത്തപിച്ച് മടങ്ങണം. പിന്നെ നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായി കാണും. എല്ലാവരോടും ഒരു മടിയും കൂടാതെ മാപ്പ് ചോദിക്കണം.
അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഒരു ചെറിയ നോട്ട് ബുക്ക് തയ്യാറാക്കി മേടിച്ച് അതിൽ നമ്മൾ പ്രായപൂർത്തിയായത് മുതൽ ഇന്ന് വരെ ഈ ബന്ധപ്പെട്ട ആളുകളുടെ ലിസ്റ്റുകൾ എടുത്ത് അവരോടെല്ലാം നമ്മൾ യാത്ര ചോദിക്കണം. മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ. ഇനി അവർ മരണപ്പെട്ടെങ്കിൽ അവർക്ക് നമ്മൾ അല്ലാഹുവിനോട് കാര്യമായി ദുആ ചെയ്യണം. അവരുടെ ബന്ധുക്കളുമായി നമ്മൾ നല്ല നിലയിൽ ഒരു ബന്ധമുണ്ടാക്കിയെടുത്തിട്ട് ആകണം സഹോദരങ്ങളെ യാത്ര നടത്തേണ്ടത്. ഹജ്ജിന്റെ യാത്ര ആത്മാവിന്റെ യാത്രയാണ്, പരിശുദ്ധിയുടെ യാത്രയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സുകൾ പരിശുദ്ധമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ അല്ലാഹുവുമായിട്ടുള്ള ബന്ധം നന്നാക്കണം, സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം നന്നാക്കണം. അല്ലാഹുവുമായിട്ടുള്ള ബന്ധത്തിൽപ്പെട്ടതാണ് നമ്മൾ നമസ്കാരത്തിൽ ശ്രദ്ധ കാണിക്കൽ, ദാനധർമ്മങ്ങൾ, സക്കാത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കൽ. ഇന്ന് മുതൽ നമ്മൾ അധികമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കണം, പുണ്യമായ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. ഹജ്ജിന്റെ യാത്രയിൽ അത് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അല്ലാഹു എളുപ്പമാക്കുമാറാകട്ടെ. ഇതാണ് സഹോദരങ്ങളെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യമായി പറയാനുള്ള കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ ഒരു ദിവസം സമാഗതമാകും. നമ്മുടെ ജീവിതത്തിലെ വളരെ അനുഗ്രഹീതമായ സന്തോഷമായ ദിനം അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഹജ്ജിന്റെ ദിവസം നമ്മൾ ആ ദിവസത്തിലേക്ക് അത് അടുക്കുന്ന സമയത്ത് സാധനങ്ങളെല്ലാം എടുത്ത് ഒരുക്കി വെക്കണം. ഒന്നുകിൽ നമ്മൾ തന്നെ നമ്മളുടെ സാധനങ്ങൾ ഒരുക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മളുടെ മക്കളും മരുമക്കളെല്ലാം ഒരുക്കി വെക്കും. പക്ഷേ അത് നമ്മൾ മുമ്പിൽ കസേരയിട്ടിരുന്ന് നോക്കുന്നവരാകണം. ഒരു സാധനം എടുക്കേണ്ടി വന്ന് ചിലപ്പോൾ ബാഗ് മുഴുവനും നമ്മൾ മറിച്ചിടേണ്ടി വരും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് 2 ബാഗുകളാണ് നമ്മൾ സാധാരണ കരുതാൻ പറയുന്നത്. ഒന്ന് നമ്മളുടെ ലഗേജ്, അതിൽ മക്ക മുക്കറമയിൽ പോയി നമ്മൾ എടുക്കേണ്ട സാധനങ്ങൾ അതിൽ വെക്കണം. 2 ഹാൻഡ് ബാഗ്, നമ്മളുടെ ഇവിടെ നിന്ന് മക്ക വരെയുള്ള യാത്രയ്ക്ക് ആവശ്യമായ സാധനങ്ങൾക്ക് വേണ്ടിയാണ് ഹാൻഡ് ബാഗ് നമ്മൾ കയ്യിൽ കരുതുന്നത്, തോളിൽ തൂക്കിയിടുന്നതായ ബാഗ്. അതിൽ സാധാരണ 3 അല്ലെങ്കിൽ 2 അറകൾ കാണും. അതിൽ ഒരു അറയിൽ നമ്മൾ യാത്രാരേഖകൾ മാത്രമേ വെക്കാവൂ. അതിൽ തസ്ബീഹും വെക്കരുത്, ഖുർആനും വെക്കരുത്. അതിൽ വെറും യാത്രാരേഖകൾ മാത്രം. പാസ്പോർട്ട്, വിമാനത്തിന്റെ ടിക്കറ്റ്, യാത്രകൾ, നമ്മളുടെ ആരോഗ്യപരമായ രേഖകൾ, ഇത് മാത്രം അതിലുണ്ടായിരിക്കണം. ഞങ്ങൾ ജിദ്ദയിൽ പോയി ഇറങ്ങി 140ഓളം പേരുണ്ടായിരുന്നു. അതിൽ ഒരു ഉമ്മായുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു കാർഡ് കാണുന്നില്ല. ഞങ്ങൾ 139 പേരെയും അവിടെ തന്നെ പിടിച്ചു നിർത്തുകയുണ്ടായി. അവർ തപ്പിയിട്ട് അവിടെ കാണുന്നില്ല, ഇവിടെ കാണുന്നില്ല. അവസാനം വലിയ ലഗേജ് എടുത്ത് ഫുള്ള് തുറന്ന് അതിന്റെ ഒരു മൂലയിൽ ഈ സാധനം കിടക്കുന്നു. അത് ഭാഗ്യമായി. 2-2.5 മണിക്കൂർ നേരം ആഹാരമൊന്നും കഴിക്കാതെ ഹാജിമാരെ മുഴുവനും കഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മളുടെ ഹാൻഡ് ബാഗിന്റെ ഒരു പോക്കറ്റിൽ വെറും യാത്രാരേഖകൾ മാത്രം കാണുന്ന വേറെ ഒന്നും ഉണ്ടാകരുത്. ആവശ്യം വരുമ്പോൾ സാധാരണക്കാരനെ പോലെ എടുത്ത് തുറന്നു കാണിക്കും. ആവശ്യം കഴിഞ്ഞ് അതിനുള്ളിലിട്ട് പൂട്ടി വയ്ക്കും. അതിൽ നമ്മൾ എന്റെ പോക്കറ്റിൽ ഞാൻ വെച്ചേക്കാം, അവിടെ വെച്ചേക്കാം, ഇവിടെ വെച്ചേക്കാം. ചെറിയൊരു മാറ്റം വന്നാൽ ആകെ ബുദ്ധിമുട്ടാണ്. അതിനെ മറ്റു അറയിൽ നമുക്ക് യാത്രയ്ക്ക് അത്യാവശ്യമായ തോർത്ത് അല്ലെങ്കിൽ ഇഹ്റാം ഇവിടുന്ന് തന്നെ മാറിയിട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ അത്യാവശ്യമായ എന്തെങ്കിലും ഒരു മുണ്ട്, മരുന്ന്, കഴിക്കേണ്ട മരുന്ന്, വളരെ അത്യാവശ്യമായ സാധനങ്ങൾ. പക്ഷെ അതിൽ എന്താണ് ബ്ലേഡ്, അതുപോലെ ഈ യാത്രയിൽ നിരോധിക്കപ്പെട്ട സാധനങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുകയും വേണം. അതിൽ നമ്മൾ അത്യാവശ്യ സാധനം മാത്രം എടുത്തു വയ്ക്കും. എന്നിട്ട് സഹോദരങ്ങളെ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുക. ആദ്യം നമ്മൾ കുളിച്ച് ഇവിടെ നിന്നും മദീന മുനവ്വറയിലേക്ക് പോകുന്നവരാണെങ്കിൽ സാധാരണ വേഷം തന്നെ ധരിച്ചാൽ മതി. മക്ക മുക്കറമയിലേക്ക് പോകുന്നവരാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുളിച്ച് ഇഹ്റാമിന്റെ വേഷം ധരിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നമ്മൾ ആ തർത്തീബിൽ നിങ്ങളോട് കാര്യം പറയുകയാണ്. നമുക്ക് ഈ യാത്രയിൽ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1, ആദ്യം മക്ക മുക്കറമയിൽ പോയി ഉംറ ചെയ്യണം. 2, ഹജ്ജിന്റെ ദിവസങ്ങളിൽ ഹജ്ജ് നിർവഹിക്കണം. 3, ഇതിന് മുമ്പോ അല്ലെങ്കിൽ ഇടയിലോ ശേഷമോ മദീനയിൽ പോയി സിയാറത്ത് നിർവഹിക്കണം. ഈ 3 ക്രമത്തിലായി നിങ്ങൾക്ക് മുമ്പാകെ കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ ഇവിടെ നിന്നും ആദ്യം ഉംറയ്ക്കാണ് പോകുന്നത്. നല്ല നിലയിൽ കുളിച്ച് തയ്യാറാകി നന്നായിട്ട് എണ്ണയെല്ലാം പുരട്ടി സോപ്പൊക്കെ നന്നായിട്ട് തേച്ച് റാഹത്തായിട്ട് കുളിക്കും. അധികരിച്ച രോമങ്ങളെല്ലാം എടുത്ത്
ഇനി നമ്മൾ ഉംറയുടെ അമല് നിർവഹിച്ചിട്ടേ നമുക്ക് സോപ്പെല്ലാം ഇട്ട് കുളിക്കാൻ പറ്റുകയുള്ളൂ. അതായത് 2 ദിവസം നമുക്ക് കുറഞ്ഞത് അല്ലെങ്കിൽ കൂടിയത് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ടേ കുളിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി നന്നായിട്ട് റാഹത്തായിട്ട് കുളിക്കും. അതിനുശേഷം സഹോദരങ്ങളെ ഇഹ്റാമിന്റെ വേഷം ധരിക്കും. പുരുഷന്മാരൊരു മുണ്ടുടുക്കിൻ, അതിന് മേൽമുണ്ട് പുതയ്ക്കും. സ്ത്രീകൾക്ക് ഇഹ്റാമിന്റെ പ്രത്യേക വേഷമൊന്നുമില്ല, ശരിക്കും മനസ്സിലാക്കി. തവാഫിന്റെ സമയത്ത് മുഖവും മുൻകൈയും ഒഴിച്ച് വേറെ മുഴുവൻ ഭാഗങ്ങൾ സ്ത്രീകൾ മറച്ചിരിക്കണം. തവാഫിന്റെ സമയത്ത് പ്രത്യേകിച്ചും പ്രായമുള്ള ഉമ്മമാരൊക്കെ മനസ്സിലാക്കണം. അവർ കുളിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തലയെല്ലാം മൂടിക്കെട്ടിയാൽ കേരളീയർക്ക് ജലദോഷം വരാറുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ കുറച്ച് നേരത്തെ അവർ കുളിയെല്ലാം നിർവഹിക്കും, തലയെല്ലാം നന്നായിട്ട് ഉണക്കും. അതിനുശേഷം സാദാസീദാ വേഷം സ്ത്രീകൾ ധരിക്കും. തവാഫിന് മുമ്പായിട്ട് നിങ്ങളുടെ വേഷത്തെപ്പറ്റി ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. ബാക്കി നിങ്ങൾ സാധാരണ വേഷം ധരിക്കും. പ്രത്യേക കളർ വേഷങ്ങൾ ഒന്നുമില്ല. സാധാരണ വേഷം നിങ്ങൾ ഇപ്പം അണിഞ്ഞിരിക്കുന്ന പർദ്ദ പോലെയുള്ള പർദ്ദ നിങ്ങൾ അണിയും. എന്നിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാവരോടും യാത്ര ചോദിച്ച് വീട്ടിൽ നിന്നും 2 റക്അത്ത് യാത്രയുടെ നമസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനോട് താണുകയാണ് ദുആയിരക്കണം. ഇന്ന് മുതലേ നമ്മൾ ആരംഭിക്കേണ്ട ഒരു ദുആയുണ്ട്. ആ സമയത്ത് പ്രത്യേകം ദുആ ചെയ്യണം. എല്ലാവരും എന്ന് പറഞ്ഞ്, അള്ളാഹുവേ ഞങ്ങളുടെ ഹജ്ജ് യാത്ര എളുപ്പമാക്കണേ, സ്വീകരിക്കണേ. ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കേണ്ട ഒരു ദുആയാണ്. ആ ദുആ കാര്യമായി ഈ യാത്രയുടെ നമസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവേ ഞങ്ങളുടെ യാത്ര നീ എളുപ്പമാക്ക. അള്ളാഹുവേ ഞങ്ങൾ സാധുക്കളാണ്, കഴിവില്ലാത്തവരാണ്. പടച്ചവനെ നീ യാത്ര എളുപ്പമാക്കണേ അള്ളാഹുവേ. നീ യാത്ര നീ സ്വീകരിക്കണേ അള്ളാഹുവേ. ഹജ്ജിന്റെ യാത്ര അനുരാഗത്തിന്റെ യാത്രയാണ്. ഹജ്ജിന്റെ യാത്ര കഴിവിന്റെ, സാമർത്ഥ്യത്തിന്റെ, ആരോഗ്യത്തിന്റെ, മിടുക്കിന്റെ യാത്രയേ അല്ല. 2 കാലില്ലാത്ത ഹാജിമാര് അറഫയിൽ നിന്നും മിനായിലേക്ക് രസകരമായി വളരെ സന്തോഷത്തോടെ തൽബിയത്തും ചൊല്ലി പാഞ്ഞു പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മറുഭാഗത്ത് എന്നെ പോലെ തടിച്ചു കൊഴുത്ത് ആഹാരമെല്ലാം കഴിച്ച് വലിയ ആരോഗ്യമെല്ലാം അഭിനയിക്കുന്നവർ പലപ്പോഴും ഹജ്ജിന്റെ യാത്രയുടെ ഇടയിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടായി വല്ലാതെ പ്രയാസപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സഹോദര കാര്യമായ ദുആ ചെയ്ത് അല്ലാഹു എല്ലാ ഹാജിമാരുടെ യാത്രയും എളുപ്പമാക്കുമാറാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ജുമഅയുടെ ഖുത്ബകളിൽ നിങ്ങൾക്ക് വേണ്ടി ലോകത്തുള്ള ഖതീബുമാർ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ബിസ്സത്ര വസ്സലാമത അലൈനാ വഅലാ വാലിദീനാ വഅലാ ജമീഇൽ ഹുജ്ജാജി വൽ ഖുസാത്തി വൽ മുസാഫിരീൻ. അല്ലാഹുവേ എല്ലാ ഹാജിമാരുടെയും യാത്ര നീ എളുപ്പമാക്കണമേ. അല്ലാഹുവോട് ദുആ ചെയ്യും, കബൂലാകണമേ ദുആ ചെയ്യും. എന്നിട്ട് സഹോദരങ്ങളെ നമ്മൾ എല്ലാവരോടും യാത്ര ചോദിച്ച് മുസാഫഹത്ത് ചെയ്ത് നമ്മൾ യാത്രയ്ക്ക് പുറപ്പെടും. ഒന്നെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റിയിലുള്ളവരാണെങ്കിൽ ഹജ്ജ് ഹൗസിലേക്കായിരിക്കും, അല്ലെങ്കിൽ എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കായിരിക്കും നിങ്ങൾ യാത്രയാകും. ഈ യാത്രയിൽ കഴിവിന്റെ പരമാവധി ആളുകളെ കുറച്ചു കൊണ്ടുപോകും. 2 ഹാജിമാർക്ക് 200 യാത്രയപ്പുകാരെ സ്വഭാവം മാറ്റി. കൊറോണയൊക്കെ വന്നതുകൊണ്ട് അതിനത്ര സാധ്യതയില്ലെങ്കിലും ആ കാര്യം നേരത്തെ അറിയിക്കുകയാണ്. നാടായ നാട് മുഴുവൻ കറങ്ങി നടന്ന് ആളുകളെ ചുറ്റുമൂല ഒരുമിച്ച് കൂട്ടി ആടിനെയും കോഴിയെയും പോത്തിനെയും ഒന്നും കഴിപ്പിക്കാതിരിക്കും. അതിന് പകരം മുഴുവൻ നാടുകളിലും പോയി നേരത്തെ പറഞ്ഞതുപോലെ യാത്ര ചോദിക്കും, മാപ്പ് ചോദിക്കും. അതുപോലെ ആൾക്കാരെ എല്ലാവരെയും കൊണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് യാത്രയപ്പ് സ്ഥലത്തേക്ക് വരാതിരിക്കും. കുറഞ്ഞ പരിമിതമായ സൗകര്യമാണ്. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഹാജിമാരെല്ലാവരും ഒരുമിച്ചുകൂടി അവസാനം ഹാജിമാരെ പൊക്കിയെടുത്ത് ട്രെയിനിലേക്ക് വലിച്ചെറിയേണ്ടി വന്നു. ഒക്കെ അപകടമാണ്, ചെറിയ കാര്യമൊന്നുമല്ല. ട്രെയിൻ വിടാൻ പോകുന്നു, ഹാജിമാരെ ആൾക്കാർ വീണ്ടും കെട്ടിപ്പിടിച്ച് മുസാഫത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂനുസ് ഹാജിയാര് ഹാജിമാരെ പൊക്കിയെടുത്ത് ഉള്ളിലോട്ട് വലിച്ചെറിഞ്ഞ് 1-2 ഹാജിമാര് മറഞ്ഞു വീണ് വലിയ അപകടത്തിന് സാധ്യതയുണ്ട്. നമ്മുടെ യാത്രകളിൽ അധികമായി നമ്മളും ആൾക്കാർ പോകാതിരിക്കും. വാപ്പ അൽഹംദുലില്ലാഹ് പോകും. അള്ളാഹു വാപ്പയെ നല്ല സൗകര്യത്തിൽ റാഹത്തിലായി കൊണ്ടുപോകട്ടെ. പൊന്നുമ്മായ അള്ളാഹു തആല സന്തോഷത്തോടെ കൊണ്ടുപോകട്ടെ, യാത്ര അയക്കും. എന്നല്ല ആ സമയത്താണ് കരച്ചിലും കണ്ണുനീരുമൊക്കെ വരുന്നത്. നമ്മൾ ഈ നാട്ടിൽ നിന്നും കബറാളികളെ പോലെ ഇഹ്റാമിന്റെ വസ്ത്രവും ധരിച്ച് ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ മയമുണ്ടാകും, മനസ്സിന് മാറ്റമുണ്ടാകും. അങ്ങനെ സഹോദരങ്ങൾ നമ്മൾ എയർപോർട്ടിലെത്തും.
എയർപോർട്ടിൽ നിന്ന് യാത്ര 2 രീതിയിലാണ് യാത്ര ചെയ്യുന്നത്. ഒന്ന്, ഇപ്രാവശ്യത്തെ ഹജ്ജ് കമ്മിറ്റി ഞങ്ങൾ അറിഞ്ഞിടത്തോളം ഇൻഷാ അല്ലാഹ് നെടുമ്പാശ്ശേരിയിൽ നിന്നും സൗദി എയർലൈൻസിൽ നേരെ ജിദ്ദയിലേക്ക് അല്ലെങ്കിൽ മദീനയിലേക്കാണ് പോകുന്നത്. ഹജ്ജ് ഗ്രൂപ്പുകളിൽ പോകുന്നവരാണെങ്കിൽ അവർ കൂടുതലും വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങി ഫ്ലൈറ്റ് മാറിക്കയറിയാണ് അവർ ജിദ്ദയിലേക്ക് പോകുന്നത്. എന്താണെങ്കിലും നമ്മൾ ജിദ്ദയിലേക്ക് പോകുന്ന പ്ലെയിനിൽ കയറുന്നതിന് മുമ്പായി അത് നേരിട്ട് സൗദി അറേബ്യൻ എയർലൈൻസിലാണ് നമ്മൾ, അല്ലെങ്കിൽ എയർ ഇന്ത്യയിലാണ് ജിദ്ദയിലേക്ക് അങ്ങനെ നെടുമ്പാശ്ശേരിയിൽ വെച്ച്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും ദുബൈയിലോ ഒമാനിലോ മസ്കറ്റിലോ അല്ലെങ്കിൽ എവരെവിടെ ഇറങ്ങിയിട്ടാണ് പോകുന്നതെങ്കിൽ ആ മസ്കറ്റിൽ അല്ലെങ്കിൽ അബുദാബിയിൽ അല്ലെങ്കിൽ ഈ ഇടത്താവളത്തിൽ വെച്ച് നമ്മൾ 2 റക്അത്ത് ഇഹ്റാമിന്റെ നമസ്കരിക്കണം. പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇഹ്റാമിന്റെ നമസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനോട് നേരത്തെ പറഞ്ഞതുപോലെ കാര്യമായി ദുആ ചെയ്യണം. യാ അല്ലാഹ്, നീ എളുപ്പമാക്കണം, നീ സ്വീകരിക്കണം. അതിനുശേഷം നമ്മുടെ കൂട്ടത്തിൽ അമീറന്മാർ ആരെങ്കിലും ഉണ്ട്, അവർ ഇഹ്റാമിന്റെ നിയ്യത്ത് പറഞ്ഞു തരുമെങ്കിൽ അൽഹംദുലില്ലാഹ് അങ്ങനെ. അല്ലെങ്കിൽ യാതൊരു ബേജാറിന്റെ ആവശ്യവുമില്ല. നമ്മൾ പടച്ചവനിലേക്ക് മനസ്സ് പരിപൂർണമായി തിരിച്ച് ഉംറയുടെ നിയ്യത്ത് ചെയ്യണം. ആ നിയ്യത്ത് എല്ലാവരും ഒന്ന് പറഞ്ഞ്, നവൈതുൽ ഉംറത ലില്ലാഹി തആല അല്ലാഹുമ്മ തഖബ്ബൽഹാ മിന്നി വയസ്സിർഹാ ലി. ഇത് പച്ച മലയാളത്തിൽ പറയും. അറബി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞ്, അല്ലാഹുവേ, നിനക്ക് വേണ്ടി പരിശുദ്ധമായ ഉംറ ചെയ്യാൻ ഞാൻ നിയ്യത്ത് ചെയ്യുന്നു, അതുകൊണ്ട് ഇഹ്റാം ചെയ്യുന്നു. പടച്ചവനെ സ്വീകരിക്കണേ, എളുപ്പമാക്കണേ. ഇത് കഴിഞ്ഞ് ഉടനെ എല്ലാവരും പറയും ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم. ഇതിൽ ആദ്യത്തെ തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ലബ്ബൈക അല്ലാഹുമ്മ നിയ്യത്തും ഇതിൽ പെടുന്നുവെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആദ്യത്തേതിൽ, പിന്നെയുള്ള തൽബിയത്തിൽ അതിന് ആവശ്യമില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക അധികമായി ചെല്ലണം. ഈ ഇഹ്റാം നിർബന്ധമാണ്. ഉംറ എന്നാൽ 1 ഇഹ്റാം നിർവഹിക്കൽ, 2 കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് തവാഫ് ചെയ്യൽ, 3 സഫാ മർവയ്ക്കിടയിൽ സഈ ചെയ്യൽ, 4 മുടിയെടുക്കൽ. ഈ 4 കാര്യമാണ് ഉംറയുടെ ഫർദ്. ബാക്കി സുന്നത്തുകളാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തർത്തീബായി പറഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ ഉംറയിൽ പ്രവേശിച്ചു. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇനി മരിച്ചാലും നമ്മൾ ഹാജിയാണ്, പേടിക്കേണ്ടതില്ല. അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പ്രവേശിച്ചു ഇനി 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഇഹ്റാമിൽ ഹറാമായ കാര്യങ്ങൾ സൂക്ഷിക്കണം. 2, അതിനുവേണ്ടി അധികമായി ദിക്ർ ദുആ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഉംറ കബൂലാകും. 1, ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യമുണ്ട്. സുഗന്ധങ്ങൾ ഇനി പുതുതായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. എണ്ണ ഉപയോഗിക്കരുത്. അതുപോലെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ പാടില്ല. വൈവാഹിക സംസാരം, നിക്കാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല. ഇങ്ങനെയുള്ള ഇഹ്റാമിൽ ഹറാമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും എളുപ്പ വഴി നമ്മൾ ഒന്നെങ്കിൽ വിശ്രമിക്കൽ, അല്ലെങ്കിൽ ദിക്റിലും ദുആയിലും കഴിയൽ. പറഞ്ഞു വന്ന് ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ചുമ്മാതെ ഫോൺ വിളിക്കരുത്. മൊബൈൽ നാട്ടിൽ നിന്ന് വെച്ച് ഓഫ് ചെയ്യൽ. പിന്നെ ഇൻഷാ അല്ലാഹ് മക്കാ മുക്കറമ അത്യാവശ്യത്തിന് വിളിക്കാം. ഈ സാധനത്തിന്റെ കടുപ്പം കാരണം ഞാൻ തുറന്നു പറയാണ്, മുമ്പ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജ് നിർവഹിച്ച ഒരു സഹോദരി, ഞാൻ ജിദ്ദയിൽ ചെന്നപ്പോൾ എല്ലാവരും ഇഹ്റാം നിർവഹിച്ചു എന്ന് ചോദിച്ചപ്പോൾ, മോനെ എന്താ ഇഹ്റാം എന്ന് ചോദിക്കുകയുണ്ടായി. അവർ ഇഹ്റാം നിർവഹിച്ചിട്ടില്ല. ഇഹ്റാം നിർവഹിച്ചില്ലെങ്കിൽ മൃഗത്തെ അറുത്തു കൊടുക്കേണ്ടി വരും. ചെറിയ കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്
ഒന്നുകിൽ നന്മ വല്ലതും ചെയ്യും, അല്ലെങ്കിൽ സുഖമായിട്ട് ചാരിക്കിടന്ന് ഉറങ്ങിക്കോളെ. ഇന്നലെ മെനഞ്ഞാന്ന് നിങ്ങൾ ഉറങ്ങിക്കാടുകയില്ല, ചാരിക്കിടന്ന് ഉറങ്ങിക്കോ. വിമാനത്തിൽ കയറും, വിമാനം പുറപ്പെടും, ആകാശത്തിന്റെ നീലമയിൽ കൂടി അന്തരീക്ഷത്തിലൂടെ അള്ളാഹുവിന്റെ ഖുദ്റത്തുകൊണ്ട് വിമാനം പറന്നുകൊണ്ടിരിക്കും. നമ്മൾ ഒന്നുകിൽ ഉറങ്ങി, അല്ലെങ്കിൽ ദിക്റും ദുആയും ചെയ്യും. ഈ ദിക്റിലും ദുആയിലും ഏറ്റവും വലിയ തൽബിയത്താണ്. എല്ലാവരും ഒന്ന് ചെല്ലിക്കെ, എന്റെ കൂട്ടത്തിൽ ചെല്ലും. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. സഹോദരങ്ങളെ, ഇന്ന് കൊതിക്കുന്നു. നിങ്ങളെല്ലാവരും ഹജ്ജിന് പുറപ്പെടുമ്പോൾ ഞങ്ങളെല്ലാവരും കരയും, കൊതിക്കും. പത്രത്തിൽ ഹാജിമാരുടെ വാർത്ത കേട്ട് കണ്ണു നിറയും. പക്ഷേ സങ്കടം പറയട്ടെ, ഹാജിമാരിൽ പലരും തൽബിയത്ത് ചെല്ലാൻ ഭയങ്കര മടിയാണ്. ശരിക്കും മനസ്സിലാക്കുന്ന ഹജ്ജ് ഉംറയുടെ ആത്മാവ് ദിക്റും ദുആയും. ഖുർആനായത്ത് വരാൻ സമയമില്ല. സൂറത്തുൽ ബഖറയിൽ ഒരു പേജ് മുഴുവനായി അല്ലാഹു പറയുന്ന ഹജ്ജ് ഉംറയുടെ ആത്മാവ് ദിക്റും ദുആയും. ദിക്റിന്റെയും ദുആയിന്റെയും ആത്മാവ് തൽബിയത്ത് ചെല്ലൽ. തൽബിയത്തിന്റെ മഹത്വം മനസ്സിലായോ? നിങ്ങൾ 100,000 ദിക്റും ദുആയും ചെയ്യുന്നു, തൽബിയത്ത് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ ഉംറ അപൂർണമാണ്, ഹജ്ജ് അപൂർണമാണ്. നിങ്ങൾക്ക് ഒരു ദിക്റും ദുആയും അറിയില്ല, ഒന്നും ചെയ്യുന്നില്ല, തൽബിയത്ത് ചൊല്ലി നിങ്ങൾ നടക്കുകയാണ്. പുരുഷന്മാര് ഉറക്കെ, സ്ത്രീകൾ പതുക്കെ, പ്രപഞ്ചം മുഴുവനും നിങ്ങളുടെ കൂട്ടത്തിൽ തൽബിയത്ത് ചെല്ലുന്നു. ഓരോ അക്ഷരത്തിനും കൂലിയാണ്. അതുകൊണ്ട് തൽബിയത്ത് ശരിക്കും പഠിക്കണം, അർത്ഥം ചിന്തിച്ചുകൊണ്ട്. തൽബിയത്ത് ദിക്റുമാണ്, ദുആയുമാണ്. അർത്ഥം ഒന്ന് നോക്കിക്കേ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. പടച്ചവനായ റഹ്മാനായ റബ്ബേ, നീയാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്, നീയാണ് ഞങ്ങളെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകുന്നു. നീ ഞങ്ങൾക്ക് കാരുണ്യം നൽകണമേ. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. പടച്ചവനെ, നിന്റെ വിളിക്കാണ് ഞങ്ങൾ ഉത്തരം നൽകുന്നത്. എന്റെ പണമല്ല, സൗകര്യമല്ല, പണ്ടമല്ല എന്നെ ഈ യാത്ര ചെയ്യിപ്പിക്കുന്നത്. നിന്റെ കരുണയും ഔദാര്യവും മാത്രമാണ്. പടച്ചവനെ, അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്. പടച്ചവനെ, എല്ലാ സ്തുതികളും നിനക്കാണ്. നിന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരണമേ. വന്നിഅമത, നീ എല്ലാ അനുഗ്രഹങ്ങളും നിന്റേതാണ്. നീ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകണമേ. വൽ മുൽക്, ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും ഉടമസ്ഥ നീയാണ്. 2 വീടുകളിലെയും നന്മകൾ ഞങ്ങൾക്ക് നൽകണമേ. ലാ ശരീക ലക. നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. നീ ഏകനാണ്, ഏകനാണ്. തൽബിയത്ത് പ്രാർത്ഥനയാണ്, ദിക്റാണ്, സ്മരണയാണ്, രസമാണ്, സംഗീതമാണ്, ആനന്ദമാണ്, ലളിതമാണ്, മനോഹരമാണ്. ചൊല്ലിക്കൂടെ ഇൻഷാ അല്ലാഹ്. പതുക്കെ തസ്ബീഹ് കയ്യിലെടുത്ത് പിടിക്കും. അള്ളാഹു മക്ക മുക്കറമയിൽ എത്തുന്നതിന് മുമ്പ് കുറഞ്ഞത് 1000 തൽബിയത്തെ എല്ലാം നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് സ്വലാത്ത് ചെല്ലിൻ, തൽബിയത്ത് ചെല്ലിൻ. ഉറക്കം വരുന്നു, ഉറങ്ങിൻ. ആഹാരം കൊണ്ടുവരുന്നു, ശരിക്കും കഴിക്കും. തണുത്തൊന്നും കഴിക്കാതിരിക്കും. ഇൻഷാ അല്ലാഹ് വിമാനം പറന്നുയർന്ന് മണിക്കൂറുകൾക്ക് ശേഷം ജിദ്ദ വിമാനത്താവളത്തിൽ ആ വിമാനവും തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിറങ്ങും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങളുടെ ആദ്യത്തെ ഹജ്ജ് യാത്രകളിൽ ഹാജിമാരെല്ലാവരും അരമുറയിട്ട് തൽബിയത്ത് ചൊല്ലി. ഇന്ന് തൽബിയത്തെല്ലാം വളരെ കുറവാണ്, എല്ലാം ഫാഷനാണല്ലോ. ഹാജിമാരുടെ തൽബിയത്തിന്റെ അരമുറ കാരണം വല്ലാഹി സത്യം, വിമാനവും കുലുങ്ങിക്കൊണ്ട് തൽബിയത്ത് ചൊല്ലി അതിന് അന്തരീക്ഷത്തിൽ ഞങ്ങൾ ജിദ്ദയിൽ ഇറങ്ങിയതായിട്ട് അനുഭവപ്പെട്ടു. ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങും. ജിദ്ദ എയർപോർട്ട് മാഷാ അല്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ലോകത്തെ വലിയ വിമാനത്താവളങ്ങളിൽ ഒന്ന്. പക്ഷേ മനസ്സിലാക്കണം, നമ്മൾ കേരളത്തിൽ നിന്നും കുറെ സാധുക്കൾ പോയി ഇറങ്ങുന്നത് പോലെ ഇന്ത്യയുടെ 4 ഭാഗത്തു നിന്നും ഹാജിമാരവിടെ മുത്തമിടുന്നുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഹാജിമാര് തൽബിയത്തുമായി വരുന്നുണ്ട്. അതുകൊണ്ട് പുറത്ത് ശാന്തത വേണം,
പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവർ വിമാനം നിർത്തുന്നതിന് മുമ്പായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന സ്വഭാവമെല്ലാം ഉണ്ട്. നമ്മൾ സീറ്റിൽ തന്നെ ഇരിക്കും. നമ്മളോട് ഇറങ്ങാൻ പറയുമ്പോൾ പതുക്കെ ഇറങ്ങി. സാധനങ്ങളൊക്കെ നിർബന്ധമായിട്ടും എടുക്കും. ലഗേജ് അതിന്റെ വഴിയിൽ കൂടി വരും. ഹാൻഡ് ബാഗ് കയ്യിൽ സൂക്ഷിച്ച് കരുതി. പ്ലെയിനിൽ ആഹാരം വല്ലതും കിട്ടിയാൽ ഒന്നിക്കൽ കഴിക്കും, അല്ലെങ്കിൽ നിർബന്ധമായും ബാഗിൽ വെക്കും. ഞാൻ പറയാൻ വിട്ടുപോയി, ഈ ബാഗിൽ ഷുഗർ മറ്റ് പേഷ്യന്റ് ഈ അസുഖമുള്ള സഹോദരി സഹോദരന്മാർ അവർക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ചപ്പാത്തി ഇങ്ങനെയുള്ള സാധനങ്ങൾ അവരതിൽ വെച്ചിരിക്കണം. ചിലപ്പോൾ അള്ളാഹു എളുപ്പമാക്കുമാറാകട്ടെ, ഇന്ന് ഭയങ്കര സ്പീഡിലാണ് തള്ളിത്തള്ളി ജിദ്ദയിൽ വിടുന്നതെങ്കിലും ചിലപ്പോൾ ജിദ്ദ എയർപോർട്ടിൽ കുറെ സമയം പിടിക്കും. നമ്മൾ എയർപോർട്ടിൽ അവിടെ നമ്മൾ ഒരു സ്ഥലത്ത് ആദ്യം കൊണ്ടുപോയി ഇരുത്തും. അവിടെ ബാത്റൂമും മറ്റുമെല്ലാം ഉണ്ട്. ബാത്റൂമിലൊക്കെ പോകൽ, ഒതു ചെയ്യൽ, രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അള്ളാഹു തൗഫീഖ് കൊണ്ട് യാത്ര നമുക്ക് വലിയ ഖൈറിലാകും. ഒന്ന്, സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ നന്മ വല്ലതും ചെയ്യും, അല്ലെങ്കിൽ വിശ്രമിക്കും. തയ്യാറല്ല ഇൻഷാ അല്ലാഹ്. രണ്ട്, എപ്പം ബാത്റൂമിൽ പോയാലും നമ്മൾ ഒതുവോടുകൂടി യാത്ര ചെയ്യും. അള്ളാഹു മരണം വരെയും ഒതു നിലനിർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സമയത്ത് പോയി ഒതുവെടുക്കുന്ന സ്വഭാവം മാറ്റി ബാത്റൂമിൽ പോയി ഒന്ന് ഒതുവെടുത്തിട്ട് വരും. നമ്മളവിടെ കേരളത്തിലെ വസ്വാസം കാണിക്കരുത്. കക്കൂസിലെങ്ങനെ ഒതുവെടുക്കും, അവിടെ ഇങ്ങനെ ഒതുവെടുക്കും. ബാത്റൂമിൽ പോയി ഒതുവെടുക്കാൻ പ്രത്യേകത. അവിടെ പോയി ഒതുവെടുക്കൽ സൗകര്യമില്ല. ബാത്റൂമിൽ തന്നെ ഒതുവെടുത്ത് നമ്മളെപ്പോഴും ഫ്രഷായിട്ട് തയ്യാറായി ഒതുവെടുത്തിരിക്കും. നമസ്കാരത്തിന്റെ സമയത്ത് നമസ്കരിക്കും. ദുഹർ അസർ ജമാഅത്ത് നമസ്കരിക്കും. മഗ്രിബ് ഇശ ജമാഅത്ത് നമസ്കരിക്കും. സുന്നത്ത് നമസ്കാരങ്ങൾ പ്ലെയിനിൽ ഇരുന്നോട്ട് നമസ്കരിക്കാം, ബസ്സിൽ ഇരുന്നോട്ട് നമസ്കരിക്കാം. അതുകൊണ്ട് ബാത്റൂമിലൊക്കെ പോയി തയ്യാറാകി അടുത്ത നമ്മളുടെ രേഖകൾ ചെക്ക് ചെയ്യുന്ന സ്ഥലം വരെ നേരത്തെ പറഞ്ഞ സ്ഥലം നമ്മുടെ ബാഗ് നമ്മൾ തുറന്ന് കാണിച്ച് സാധനം എടുത്തു കൊടുക്കും. എന്റെ സ്വന്തം കഴിവുകേട് കൊണ്ട് പറയുന്നതാണ്. എനിക്ക് ഇന്ന് രേഖകൾ ശരിയായിട്ടറിയില്ല. കിട്ടുന്ന രേഖകൾ മുഴുവനും ഇങ്ങനെ മടക്കിയെടുത്ത് നേരെ ബാഗിന്റെ പോക്കറ്റിൽ വെക്കും. അവരെന്നോട് ചോദിക്കുമ്പോൾ മുഴുവനും എടുത്തു കൊടുക്കും. ചിലപ്പോൾ അവിടെ ഇരിക്കാൻ ദേഷ്യപ്പെടും. ഇയാളോട് അതല്ല ചോദിച്ചാൽ അവരെനിക്കറിയില്ല, മൊത്തം എടുക്കും. എന്നിട്ട് അവരെ തിരിച്ചും കൊണ്ട് തരുമ്പോൾ മുഴുവനും പറക്കിയെടുത്ത് അങ്ങനെ തന്നെ ബാഗിൽ വെക്കും. അങ്ങനെ തന്നെ ബാഗിൽ വെച്ചത് വളരെ എളുപ്പമാണ്. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ ലഗേജ് എടുക്കണം. ലഗേജ് എടുത്ത് നമ്മളത് ഉന്തി പുറത്തേക്ക് വരണം. ജിദ്ദ എയർപോർട്ടിൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് സഹോദരങ്ങളെ കുറച്ച് സമയം നമുക്ക് ചിലപ്പോൾ പിടിച്ചേക്കും മക്ക മുക്കറമയിലേക്ക് ബസ്സിൽ പോകാൻ വേണ്ടി. അള്ളാഹു എളുപ്പമാക്കുമാറാകട്ടെ. അവിടെയെല്ലാം ഒരു മടിയും കൂടാതെ എവിടെയെങ്കിലും ഇരിക്കാൻ പറയും. അവിടെ ഇരുന്നുകൊണ്ട് ജിദ്ദ എയർപോർട്ടിന് പുറത്ത് ബാത്റൂമിന്റെ വിശാലമായ സൗകര്യമുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ബാത്റൂമിന് മറ്റും പോകുന്നെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞിട്ട് പോകണം. അമീറുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട്, ഭർത്താവ് ഭാര്യയുണ്ടെങ്കിൽ അവരോട്, കൂട്ടുകാർ അവരോട് പറഞ്ഞിട്ട് ബാത്റൂമിൽ പോകണം. അതിനുശേഷം സഹോദരങ്ങൾ ഇൻഷാ അല്ലാഹ് അവിടെ നിന്നും നമ്മളെ ബസ്സിലേക്ക് കയറ്റും. അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. ജിദ്ദ എയർപോർട്ടിൽ നമ്മൾ ബസ്സിൽ കയറും. സ്കൂളിൽ കുട്ടികളെ കയറ്റുന്നത് പോലെ വരിവരിയായിട്ട് നിർത്തിയിട്ടായിരിക്കും കയറുന്നത്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹാജിയാരാണ്, എനിക്ക് ഈ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല, അയ്യ കൊച്ചുകുട്ടികളെ കളിയോ ഒന്നും നമ്മൾ പറയരുത്. ഞാൻ ഒരിക്കൽ ആലിമാണ്, ഞാൻ എവിടെയെങ്കിലും അമീറാണ് കയറിക്കൊള്ളാമെന്ന് പറഞ്ഞു. എന്നെ പോലീസ് കയ്യിൽ പിടിച്ച് കറക്കി നടക്കൊണ്ട് നിർത്തുകയുണ്ടായി. അതുകൊണ്ട് അവർ പറയുന്നത് കേൾക്കി നമ്മൾ എന്നിട്ട് പതുക്കെ ബസ്സിൽ കയറും. ബസ്സിൽ കിട്ടുന്ന സീറ്റുള്ള സ്ഥലത്തിരിക്കും. എവിടെ ഇരുന്നാലും ഒരുപോലെ തന്നെ നമ്മൾ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഇരിക്കും. ഇൻഷാ അല്ലാഹ് ബസ്സിന്റെ യാത്ര തുടങ്ങും. ജിദ്ദ മുതൽ മക്ക മുക്കറമ വരെയും 80 കിലോമീറ്ററോളം ദൂരമുണ്ട്. അതിവേഗതയിൽ വാഹനം കുതിച്ചു പായും. എങ്കിലും ഇടയ്ക്ക് ചെക്കിങ്ങും മറ്റുമുണ്ടെങ്കിൽ അതിന് താമസം വരും. അങ്ങനെ ഇൻഷാ അല്ലാഹ് കുറെ യാത്രയ്ക്ക് ശേഷം പരിശുദ്ധമായ മസ്ജിദുൽ ഹറാം, അൽ ഹറമുൽ മക്കി, മക്ക ഹറമിന്റെ അതിർത്തിയിൽ നമ്മളെത്തും. മഹാന്മാരായ നബിമാർ കരഞ്ഞ് നിലവിളിച്ച സ്ഥലം, അള്ളാഹുവിന്റെ ഔലിയാക്കൾ പലരും ബോധം കെട്ട് വീണ സ്ഥലം. ഇവിടെ വരെയും ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞു, വിശ്രമിക്ക്. പക്ഷേ മക്ക ഹറമിന്റെ അതിർത്തിയായാൽ നമ്മളെല്ലാവരും ഒന്ന് ഉന്മേഷത്തിലാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്ന് എഴുന്നേറ്റിരിക്കണം. ഇല്ല, അവിടെ ഒന്ന് എഴുന്നേറ്റ് ഇരിക്കട്ടെ. ഒന്ന് സീറ്റിൽ എല്ലാവരും ഇപ്പൊ ഒന്ന് റാഹത്തായിട്ട് നിരുന്നേ.
ഈ രീതിയിലൊന്ന് നന്നായിട്ട് ബസ്സിൽ നമ്മൾ ഇരിക്കണം. ഇരുന്ന് നമുക്ക് കാണാൻ സാധിക്കും വലിയ കമാനം, അതിനടിയിലൂടെ വാഹനം കയറും. തൽബിയത്ത് അധികമായി ചെല്ലും, അള്ളാഹുവിനോട് ദുആ ചെയ്യൽ, ദുആ കബൂലാകുന്ന സ്ഥലമാണ്. ഏതെങ്കിലും ഉസ്താദുമാര് അതിന് ദുആ പറഞ്ഞു തരും, നമ്മൾ ആ ദുആ പറയും. അറിഞ്ഞുകൂടാ തൽബിയത്ത് ചെല്ലിൽ അധികമായി മലയാളത്തിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കും. വാഹനം കറങ്ങി തിരിഞ്ഞ് നമ്മൾ താമസിക്കുന്ന മുറിയുടെ അരികിലെത്തും. വളരെ ശാന്തമായിട്ട് ഇറങ്ങി നമുക്ക് മുറികൾ നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ മുറികളിലേക്ക് നമ്മൾ പോകും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച മുറി അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ മുറി കിട്ടുകയില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ചോദിച്ച് പരിഹരിക്കാം. ഇപ്പോൾ നമ്മൾ നമസ്കാരം പോലെ, ഫർദ് നമസ്കാരം പോലെ, ദുഹർ നമസ്കാരത്തിന് കൈകെട്ടിയതുപോലെ ഉംറയുടെ ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കുകയാണെന്ന് ഓർമ്മ വേണം. അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഫോൺ, മോനെ ഞാനിപ്പോ മക്കത്തെത്തി, നീ പറഞ്ഞ മുറിയിലൊന്നുമല്ല, ഒന്നുമില്ല, നമ്മൾ സംസാരിക്കരുത്. നമുക്ക് തരുന്ന മുറിയിലേക്ക് പോയി. നാളെ മറ്റന്നാളെ സമയമുണ്ട്, പതുക്കെ പറഞ്ഞ് പരിഹരിക്കാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ നേരെ മുറിയിലേക്ക് പോകും, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും. ഇനി നമുക്ക് ഉംറയുടെ 2 വലിയ കർമ്മങ്ങളും ഒരു ചെറിയ കർമ്മവുമുണ്ട്. തവാഫ് ചെയ്യണം, സഈ ചെയ്യണം. കുറഞ്ഞത് 3 മണിക്കൂർ സമയം പിടിക്കും, ഏറ്റവും കുറഞ്ഞത്. നമ്മൾ പരസ്പരം കൂടിയാലോചിക്കും ഏത് സമയത്താണ് പോകേണ്ടത്. ഇൻഷാ അല്ലാഹ് ആ പറയപ്പെടുന്ന സമയത്ത് നമ്മൾ എല്ലാവരും മുറിയുടെ താഴത്ത് വന്ന് നിൽക്കേണ്ട സ്ഥലത്ത് വന്നിരിക്കും. ഉദാഹരണത്തിന് രാവിലെ നമുക്ക് 2 മണിക്ക് ഉംറയുടെ ബാക്കി അമലുകൾക്ക് പോകാം. 1:45 മുമ്പ് ദയവീത് ആരും അങ്ങോട്ട് വരരുത്. 2:15 കഴിഞ്ഞ് വരാൻ വേണ്ടി പതുക്കെയാക്കുകയും ചെയ്യരുത്. ഹാജിമാർക്ക് വഴക്കുണ്ടാകുന്ന കാര്യമാണ്. 2 മണി എന്ന് പറഞ്ഞാൽ ചിലർ ഉടനെ പറയും, എന്തിനാ നമ്മളിവിടെ നേരത്തെ പോകണ്ടേ? ഒന്നുമില്ല സഹോദരങ്ങൾ, സമാധാനമായി പോയാൽ മതി. അമലുകളെ പറ്റി ശരിക്കും മനസ്സിലാക്കണം. അമലുകൾ നല്ല നിലയിൽ നിർവഹിക്കുന്നതാണ് നല്ല സമയത്ത് നിർവഹിക്കുന്നതിനേക്കാളും പ്രാധാന്യം. അതുകൊണ്ട് പറയപ്പെടുന്ന സമയത്ത് വരും. ചില സഹോദരങ്ങൾ അല്പം താമസിച്ച് 5-10 മിനിറ്റൊക്കെ പിന്തിയാൽ നമ്മൾ അവരെ കൊണ്ട് ഉൾക്കൊള്ളും. നമ്മൾ തവാഫിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഒതു ഉണ്ടായിരിക്കണം. 2 നിർബന്ധമായിട്ടും ഔറത്ത് മറച്ചിരിക്കണം. പുരുഷന്മാര് അവരുടെ ഇഹ്റാമിന്റെ തുണിയെല്ലാം റാഹത്തായിട്ട് പൊക്കിളിന് മുകളിൽ ഉടുത്ത് നന്നായിട്ട് മറച്ചിരിക്കണം. സ്ത്രീകൾ ഇവിടെ ഇതുവരെയും സ്ത്രീകൾക്ക് ഇഹ്റാമിന്റെ വേഷത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ആവശ്യമില്ലാതെ പെണ്ണുങ്ങൾ നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. നല്ല റിലാക്സ് ചെയ്ത് ഹജ്ജ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്ത്രീകളോട് നമ്മൾ പറയും, നിങ്ങളുടെ മുഖവും മുൻകൈയും ഒഴിച്ച് വേറെ എല്ലാ ഭാഗവും മറയ്ക്കും. മുടിയെല്ലാം ഉള്ളിലാകണം, ഒന്നും പുറത്താകാൻ പാടില്ല. കാലിന് ഷോക്സ് അല്ലെങ്കിൽ കാല് നന്നായിട്ട് മറയുന്നതായ നിങ്ങൾ വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ ഷോക്സ് ധരിക്കുക. ഏറ്റവും നല്ല ഷോക്സാണ്. ഒതുവോടുകൂടി പോകും. തവാഫ് കഴിയുന്നത് വരെയും ഒതു നിർബന്ധമാണ്. തവാഫിനിടയ്ക്ക് ഒതു പോയാൽ പിന്നീട് ഒതു എടുക്കാൻ ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് ബാത്റൂമിലൊക്കെ പോകേണ്ടവർ പോകും. എന്നിട്ട് റാഹത്തായി സ്വസ്ഥമായി വന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പുറപ്പെടും. അല്ലാഹു എളുപ്പമാക്കുമാറാകട്ടെ. നിങ്ങൾ ഇൻഷാ അല്ലാഹ് പതുക്കെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നടക്കണം. 1000 തൽബിയത്ത് എല്ലാവരും ചെയ്ത് കാണുമല്ലോ. തയ്യാറല്ല ഇൻഷാ അല്ലാഹ്. തൽബിയത്ത് തീരാൻ പോവുകയാണ്. അതുകൊണ്ട് കൂടുതൽ തൽബിയത്തില്ല. കഅബ ശരീഫിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തൽബിയത്തില്ല. അധികമായി തൽബിയത്ത് ചൊല്ലിക്കൊണ്ടുവരും. മസ്ജിദുൽ ഹറാമിന്റെ അരികിലേക്ക് വരും. വലിയ മസ്ജിദ്, അതിലേക്ക് അതവോടുകൂടി കയറും. ചെരുപ്പുകൾ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബാഗിലോ എന്തിലെങ്കിലും ചെരുപ്പിടും. അവിടെ ഇവിടെ വെക്കുകയാണെങ്കിൽ പിന്നീട് നഷ്ടപ്പെട്ടാൽ വിഷമമുണ്ടാകാത്ത ലോക്കൽ ചെരുപ്പുമായിട്ട് പോകും. കൂടിയ ചെരുപ്പമായി പോകും, നഷ്ടപ്പെടും. ഹജ്ജ് കഴിയുന്നവരെയും അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നുകിൽ ഏറ്റവും പറഞ്ഞ ചെരുപ്പമായി പോകും. ഞങ്ങളൊക്കെ സാധാരണ ആദ്യത്തെ ഉംറയ്ക്ക് വെറും കാലോടുകൂടിയാണ് പോകുന്നത്. സാധാരണ കാലോടുകൂടിയാണ് പോകും. ഞാൻ പ്രായമുള്ളവരോട് അങ്ങനെ നിർബന്ധിക്കുന്നില്ല. പക്ഷെ വെറും സാധാരണ ചെരുപ്പ് പോയാൽ വിഷമമില്ലാത്ത ചെരുപ്പുമായിട്ട് അതെവിടെയെങ്കിലും വെച്ചു, തിരിച്ചു കിട്ടി, അൽഹംദുലില്ലാഹ് കിട്ടിയില്ല, പോട്ടെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഒന്നുകിൽ ചെരുപ്പ് കയ്യിലെടുക്കും, അല്ലെങ്കിൽ ചെരുപ്പ് അവിടെ വല്ലതും വെച്ച് പതുക്കെ മുമ്പോട്ട് നീങ്ങും. കുറച്ചു കഴിഞ്ഞ് കഅബ ശരീഫയെ കാണും. അല്ലാഹു കാണിക്കുമാറാകട്ടെ. നമ്മുടെ യാത്രയുടെ പ്രധാനപ്പെട്ട സ്ഥലത്ത് അല്ലാഹുവിന്റെ വീടിന്റെ മുന്നിൽ നാം എല്ലാവരും ഇന്ന് വരെയും കാണാതെ തിരിഞ്ഞു നമസ്കരിച്ച അനുഗ്രഹീതമായ കഅബ ശരീഫയുടെ മുന്നിൽ എത്ര മനോഹരമായ ചിത്രമാണ്. ഇതിന് മനോഹാരിത നമ്മുടെ മഹാനായ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറയുമായിരുന്നു, കഅബ ശരീഫയ്ക്ക് ജീവനുണ്ട്.
ആ വീടിന് മുമ്പിൽ നമ്മൾ എത്തി. അള്ളാഹു നമ്മളെ കരയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിന് വിനയം തരുമാറാകട്ടെ. അള്ളാഹുനോട് ദുആ ചെയ്യും. ശരിക്കും ദുആ ചെയ്യും. ദുആയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ നിങ്ങളോട് ദുആ എന്ന് പറയും. ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരങ്ങളെ, എല്ലാവരും ദുആ ചെയ്ത്, എല്ലാവരും എന്നോട് ദുആ ചെയ്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ദുആകളും നീ സ്വീകരിക്കണേ. റഹ്മാനായ റബ്ബേ, ഇത് ശ്രദ്ധിക്ക്, നിങ്ങൾ എഴുതിയെടുക്കുക. റഹ്മാനായ റബ്ബേ, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലുള്ള സന്ദർഭത്തിൽ നിന്നോട് ചോദിച്ച എല്ലാ കാര്യങ്ങളും ഞാനും ചോദിക്കുന്നു അല്ലാഹുവേ. ഈ വാചകം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, ഒരു കുഴപ്പവുമില്ല. കുറച്ചും കൂടി വലുതാക്കി, ഒരു കുഴപ്പവുമില്ല. ഒരു സ്ത്രീ ദുആ ചെയ്തു. ഞാൻ ആ ദുആ വായിച്ച് പലപ്പോഴും കഅബ ശരീഫിന് മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആദം അലൈഹിസ്സലാം ഇവിടെ വെച്ച് ചെയ്ത പ്രാർത്ഥനകൾ എന്റെയും എന്റെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വിഷയത്തിൽ സ്വീകരിക്കണമേ. റഹ്മാനായ റബ്ബേ, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, എന്റെ നായകനായ പ്രിയപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ ഇവിടെ വെച്ച് നിന്നോട് ചെയ്ത ദുആകളെല്ലാം ഞാനും ചെയ്യുന്നു. അതെല്ലാം ഞങ്ങൾക്ക് തരയണമേ റഹ്മാനെ. അബൂബക്കർ സിദ്ദീഖ് മുതൽ ഖദീജത്തുൽ കുബ്ര മുതലുള്ള മുഴുവൻ സഹാബാക്കളും ചെയ്ത ദുആകൾ, സയ്യിദുനാ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി മുതൽ മുഴുവൻ ഔലിയാക്കളും ചെയ്ത ദുആകൾ ഞങ്ങൾ നിന്നോട് ചെയ്യുന്നു, നീ സ്വീകരിക്കണമേ റഹ്മാനെ. സ്ത്രീ, ഒരു സാധാരണ സ്ത്രീ ചെയ്ത ദുആയാണ്. അത് നീട്ടിക്കൊള്ളേ. ദുആ ചെയ്യേണ്ട സമയമാണ്. നിങ്ങളുടെ ദുആ ആഗ്രഹിച്ച് ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. അതായത് മുത്തഅല്ലിമീങ്ങളോട് ചോദിക്കും, ഈ ഉസ്താദന്മാരോട് ചോദിക്കും. നിങ്ങളോട് അവർ പറയും, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, പിശുക്ക് കാണിക്കാതിരിക്കും. അതുകൊണ്ട് ദുആ ചെയ്യുന്ന സഹോദരങ്ങൾ, എല്ലാ സമയത്തും ഉസ്താദന്മാർ ദുആ ചെയ്യും, ഞാൻ ആമീൻ പറയും. ഈ വിചാരം വിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ദുആ ചെയ്യും. അതിന് ഇപ്പോഴേ ശീലിക്കും. ഒരു 5 മിനിറ്റ് പടച്ചവനോട് ഒന്ന് കരഞ്ഞ് നമുക്ക് ശീലിച്ചൂടെ ഇൻഷാ അല്ലാഹ്. ഒരു 5 മിനിറ്റ് ദിവസവും തഹജ്ജുദ് സമയത്ത് ഒന്ന് കൈവക്കി പടച്ചവൻ മുമ്പാകെ ഒന്ന് കരഞ്ഞ് ശീലിക്കും. അവിടെ വെച്ച് നന്നായിട്ട് കരയാൻ സാധിക്കും. ദുആ കഴിഞ്ഞ് നമ്മൾ ഇനി തവാഫ് ആരംഭിക്കണം. തവാഫിന്റെ ലളിതമായ രൂപം പറയുകയാണ്. ഇത് കഅബ ശരീഫയാണെന്ന് സങ്കല്പിക്കും. ഇത് കഅബ ശരീഫ. കഅബ ശരീഫയ്ക്ക് 4 മൂലയാണ്. ഈ മൂലയ്ക്ക്, എന്റെ ഭാഗത്തുള്ള ഇടത് ഭാഗത്തുള്ള മൂലയ്ക്ക് ഹജറുൽ അസ്വദിന്റെ മൂല എന്ന് പറയും. ഇതിന്റെ ഈ ഭാഗത്ത് ചെറിയൊരു അരമതിലുണ്ട്. ഇവിടെ നിന്നും ആരംഭിച്ച് കറങ്ങി ഇവിടം വരെയും എത്തുക 1, വീണ്ടും കറങ്ങി ഇവിടം വരെയും എത്തുക 2, 3, 4, 5, 6, 7 ഈ 7 പ്രാവശ്യം വരെയും വെക്കുന്നതിനാണ് തവാഫ് എന്ന് പറയുന്നത്. അതിന് എളുപ്പമായ രീതി പറയുകയാണ്. നമ്മൾ ഇവിടെ എത്തുന്നതിന് മുമ്പായി കഅബ ശരീഫയിലേക്ക് നമ്മൾ കൈ മാത്രം കാണിച്ച്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ രീതിയിൽ നടന്നു വരണം. ഇവിടെ എത്തുന്ന സമയത്ത് ഈ രീതി നമ്മൾ കൈകൊണ്ട് കാണിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നെഞ്ച് തിരിയാൻ പാടില്ല. നമസ്കാരത്തിൽ നമ്മൾ കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കേണ്ടതുപോലെ തവാഫിന്റെ സമയത്ത് കഅബ ശരീഫ് ഇടത് ഭാഗത്താക്കിക്കൊണ്ട് നടക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. ആദ്യത്തെ 3 നടത്തം ആരോഗ്യമുള്ളവർ നന്നായിട്ട് കുലുങ്ങി നടക്കും. ആരോഗ്യമില്ല, അല്ലെങ്കിൽ സഹോദരിമാരാണ് സാധാരണ പോലെ നടക്കും. നടത്തത്തിന്റെ സമയത്ത് കഴിവതും സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി. കഅബ ശരീഫെ കാണാൻ ആഗ്രഹം വരും. നാളെ മറ്റന്നാൾ എന്താ ജോലി? അതുപോലെ ആൾക്കാർ പരിചയം കാണും. അവർക്ക് പിന്നെ നമുക്ക് സലാം പറയും. ഇപ്പൊ നമ്മൾ നമസ്കാരത്തിലാണ്. ആ സമയത്ത് നമസ്കാരത്തെ തറാവീഹ് നമസ്കാരം, വിത്ർ നമസ്കാരം, 2 റക്അത്തിന്റെ ഇടയിൽ ആരെങ്കിലും കണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ, അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ നേരെ നടക്കും, പതുക്കെ നടക്കും. ഈ നടത്തത്തിൽ എന്ത് ചെല്ലണം? തൽബീത്ത് നേരത്തെ അവസാനിച്ചു. ഇപ്പം ചെല്ലേണ്ടതാണ്. എല്ലാവരും ചെല്ലിക്കെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. അർത്ഥം ചിന്തിച്ച് ചെല്ലിൻ.
സുബ്ഹാനല്ലാഹ് പടച്ചവൻ പരമപരിശുദ്ധൻ, അൽഹംദുലില്ലാഹ് പടച്ചവനാണ് സർവസ്തുതിയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പടച്ചവൻ അല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല, അല്ലാഹു അക്ബർ പടച്ചവൻ വലിയവൻ. കഅബ ശരീഫിന്റെ മൂലയ്ക്ക് തൊട്ടുമുമ്പുള്ള മൂല റുക്നി യമാനിയുടെ മൂല എന്ന് പറയും. അവിടെ നിന്ന് കഅബ ശരീഫ് വരെയും ദുആ ചെയ്യും. ഏത് ദുആ ചെയ്യണം? എല്ലാവർക്കും അറിയാവുന്ന ദുആയാണ്. പറഞ്ഞു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ ചെയ്യും. മറ്റ് സമയങ്ങളിൽ ദുആ ചെയ്യാം. നമുക്കിടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നു, അപ്പോഴൊക്കെ ദുആ ചെയ്യാം. എന്റെ മുമ്പിൽ കൂടി ഒരു വൃദ്ധൻ നടന്നുപോയി, എനിക്കെന്റെ വാപ്പയെ ഓർമ്മ വന്നു, അള്ളാഹുവേ എന്റെ വാപ്പയെ നീ അനുഗ്രഹിക്കുക, അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കും. ഒരു പാവപ്പെട്ട സ്ത്രീ അപ്പുറത്തു കൂടി പോകുന്നു, എനിക്ക് എന്റെ ഉമ്മയെ ഓർമ്മ വന്നു, ഉമ്മായിക്ക് വേണ്ടി ദുആ ചെയ്യും. എനിക്ക് പെട്ടെന്ന് എന്റെ കുടുംബത്തിന്റെ കടം ഓർമ്മ വന്നു, അത് മാറുന്നതിന് ദുആ ചെയ്യും. ദുആയുടെ എളുപ്പമായ രീതി ഇതുമാണ്. ഓർമ്മ വരുമ്പോഴൊക്കെ ദുആ ചെയ്യും, ഓർമ്മ വരുമ്പോഴൊക്കെ ദുആ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 3 പ്രാവശ്യം ഇത് കഴിഞ്ഞാൽ, അതുവരെ പറയാൻ വിട്ടുപോയി, ഈ 3 പ്രാവശ്യം തവാഫ് ചെയ്യുമ്പോൾ പുരുഷന്മാര് അവരുടെ മേൽമുണ്ട് ഈ രീതിയിൽ ഇടണം. വലത്തെ കക്ഷത്തിന്റെ അടിയിൽ, ഇടത്തെ തോളിന് മുകളിലായിട്ട് ഇടണം. കുലുങ്ങി നടക്കാൻ പറ്റിയാൽ കുലുങ്ങി നടക്കണം, പറ്റുന്നില്ല സാധാരണ പോലെ നടക്കുക. 3 പ്രാവശ്യം കഴിഞ്ഞു. സാധാരണ പോലെ 4, 5, 6, 7. 7ാമത്തത് ഈ മൂല കഴിഞ്ഞ് കടക്കണം. അതിന് മുമ്പ് വരെ ചാടി നമ്മൾ തിരിയുന്നു, തവാഫ് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് കഴിഞ്ഞ് കടന്ന് നമ്മൾ പതുക്കെ വലത്തേക്ക് തെന്നി പോയി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നു. തവാഫിന് ശേഷമുള്ള സുന്നത്ത് ഹനഫി മദ്ഹബിൽ നിർബന്ധമാണ്, ഷാഫി മദ്ഹബിൽ മുഅക്കദായ സുന്നത്താണ്. 2 റക്അത്ത് ഇവിടം വരെയും നിങ്ങൾ നിർബന്ധമായും ഒതു പിടിച്ചു നിർത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മസ്റ്റാണ്, നിർബന്ധം ഒതു പിടിച്ചു നിർത്തണം. അവിടെ നിങ്ങൾ നമസ്കാരം കഴിഞ്ഞു, അള്ളാഹുവിനോട് ദുആ ചെയ്തു, കുറച്ച് സംസം വെള്ളം കുടിച്ചു, അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്നിട്ട് സഫാ മലയിലേക്ക് പോകണം. സഫായിൽ നിന്ന് മർവായിലേക്ക് 1, മർവയിൽ നിന്ന് സഫയിലേക്ക് 2, 3, 4, 5, 6, 7. സഫയിൽ നിന്നും ആരംഭിക്കും, മർവയിൽ 7ാമത്തെ തീരും. എല്ലാവരും ഒന്ന് എന്റെ കൂട്ടത്തിൽ പറഞ്ഞ് തവാഫ് 4 ചുറ്റലുകൾ, സഅയ് 7 കഷണങ്ങൾ. 7 ചുറ്റലല്ല. ഒരു പാവപ്പെട്ട ഉമ്മ 7 പ്രാവശ്യം കറങ്ങുകയുണ്ടായി. അതായത് 14 പ്രാവശ്യം ചെയ്തു. എന്നിട്ട് മോനെ കാലിന് ഭയങ്കര വേദന, ഭയങ്കരമായ അസ്വസ്ഥത. ഇപ്പൊ ഇത് തീരാറായി. അവരൊക്കെ സഫയിലോട്ട് തീരാൻ പോവുക. അവർ തീരാറായി. ഇനി എനിക്ക് ഇവിടെ നിന്ന് തിരിയാനുള്ള അനുവാദമുണ്ടോ? ഞാൻ അവരോട് പറഞ്ഞ് മര്യാദയ്ക്ക് അപ്പുറത്ത് പോലും മാറി വിശ്രമിച്ച് നിങ്ങളെ ഉംറ കഴിഞ്ഞ് എന്ത് കാണിക്കുന്നത്? അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കി, തവാഫ് 7 ചുറ്റലുകൾ പറയും, സഅയ് 7 കഷണങ്ങൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് 1, 2 ഇങ്ങോട്ട്, 3 അങ്ങോട്ട്, 4 ഇങ്ങോട്ട്, 5 അങ്ങോട്ട്, 6 ഇങ്ങോട്ട്, 7 അങ്ങോട്ട് തീർന്നു. ഈ സഈന്റെ രൂപം വളരെ എളുപ്പമാണ് സഹോദരങ്ങളെ. ഒതു ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, നിങ്ങൾ വലിയ മഹാന്മാർ, അള്ളാഹു എളുപ്പമാക്കുമാറാകട്ടെ. ഒതുവില്ല, ഒരു ബേജാറും വേണ്ട. ആദ്യം കഅബ ശരീഫ് തിരിഞ്ഞെന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നു. ഈ ആയത്ത് ഓതി, എല്ലാവരും ഓതി, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫായും മറവയും അല്ലാഹുവിന്റെ അടയാളങ്ങളാണ്, പടച്ചവന്റെ അടയാളങ്ങളാണ്. ആ സഫാമലയുടെ മുകളിലാണ് ദുആ കബൂലാവും. ദുആ ചെയ്യുന്ന അല്ലാഹുവിനോട്. നേരത്തെ ദുആ ഓർമ്മയുണ്ടല്ലോ. ആദരവായ റസൂലുള്ളാഹി മുതൽ മുഴുവൻ നബിമാരും ഓർമ്മയുണ്ടോ? സഹാബാക്കളെ ഓർമ്മയുണ്ടോ? ഔലിയാക്കളെ ഓർമ്മയുണ്ടോ? വിട്ടുകളയുവോ? നമ്മൾ ശരിക്കും ദുആ ചെയ്യുന്ന സഹോദരങ്ങൾ, ദുആ ചെയ്ത് പതുക്കെ നടക്കൻ മറുവയിലേക്ക്. ഇടയ്ക്ക് പച്ച ലൈറ്റിട്ട സ്ഥലമുണ്ട്. ആരോഗ്യമുള്ളവർ ധൃതിയിൽ നടക്കൻ, സ്ത്രീകൾ, വൃദ്ധന്മാര് സാധാരണ നടക്കൻ. ഈ നടത്തത്തിന് എന്ത് ചെയ്യണം? ദിക്റും ദുആയും, അറിയാവുന്ന ദിക്ർ, അറിയാവുന്ന ദുആ, ഖുർആൻ ഓതൻ, ദുആ ചെയ്യും, സൂറത്ത് യാസീൻ ഓതൻ, അറിയാവുന്ന ദിക്റും ദുആ. നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു, ദുആ ചെയ്യൽ. വളരെ പതുക്കെ നമ്മൾ ഇടയ്ക്ക് സംസം വെള്ളം ഉണ്ട് കുടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ ഇവിടെ കുഴപ്പമില്ല.
തവാഫിൽ തിരിയാൻ പാടില്ല. സഈ അങ്ങോട്ട് തിരിയാം ഇങ്ങോട്ട് തിരിയാം. അതുകൊണ്ട് പതുക്കെ റാഹത്തായിട്ട് നടക്കും. ഇടയ്ക്ക് സംസം വെള്ളം കുടിക്കൽ, പതുക്കെ ശാന്തമായിട്ട് നടക്കും. മറവയുടെ മുകളിലെത്തി നിങ്ങൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അവിടെ ഇരുന്ന് കുറച്ചു നേരം ദുആ ചെയ്യൽ. എന്നിട്ട് മറവയിലേക്ക് നടക്കൽ, അത് സഫയിലേക്ക് നടക്കൽ. മറുവ സഫ, മറുവ സഫ. അവസാനം ഇൻഷാ അല്ലാഹ് മറവയിലെത്തും. അള്ളാഹു എളുപ്പമാക്കുമാറാകട്ടെ. ഉംറയുടെ പ്രധാനപ്പെട്ട 3ാമത്തെ അമൽ കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട 4ാമത്തെ അമലുണ്ട്. വളരെ പ്രധാനപ്പെട്ട അമലാണ്, ഇബാദത്താണ്. മുടിയെടുക്കൽ ഇബാദത്താണ്, കളിയല്ല, തമാശയല്ല. മലയാളികളുടെ ആവശ്യമില്ലാതെ അവർ മറ്റേ കത്രികയും പിടിച്ച് നിൽക്കുക കാണാൻ സാധിക്കും. സഹോദരിമാരുടെ മുടി അവിടെ നിന്ന് വെട്ടുന്നത് കാണാം. ഒന്നുമല്ല സഹോദരങ്ങളെ, നമ്മൾ പുരുഷന്മാര് ബാർബർ ഷാപ്പിൽ പോയി മുടി മുഴുവനും എടുക്കും. സ്ത്രീകൾ അവരുടെ മുറിയിൽ പോയി മുടിയുടെ അറ്റം ഒരൽപ്പം പിടിച്ച് വെട്ടും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നിങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഉംറ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി സഹോദരങ്ങളെ, ഹജ്ജിന് കുറഞ്ഞ ദിവസം കാണും. ഈ ദിവസം എന്തെല്ലാം ചെയ്യണം? കഅബ ഷരീഫ നമ്മളെല്ലാവരും കാണാൻ കൊതിക്കുന്ന, അടുത്തു പോയി കെട്ടിപ്പിടിക്കാൻ കൊതിക്കുന്ന കഅബ ഷരീഫ നിങ്ങളുടെ മുറിയുടെ മുറ്റത്ത്. ഇത്ര ഓർത്താൽ മതി. എല്ലാവരും കൊതിക്കുന്ന ഒരിക്കൽ കൂടി ഹജ്ജ് ചെയ്യാൻ കൊതിയോടുകൂടി തന്നെ കഴിയുന്നു. 5 നേരത്തെ നമസ്കാരത്തിന് കഅബ ഷരീഫയിൽ വരും. ഒരു ഉംറ ഫർദ് ഇന്നലെ നിർവഹിച്ചു. സുന്നത്തായ 2-3 ഉംറകൾ ചെയ്യും. തവാഫ് നമ്മൾ ഉംറയുടെ ഇടയിലാണ് ചെയ്തത്. കഴിവിന്റെ പരമാവധി തവാഫ് ചെയ്യും. പോയി വരുന്നതിന് മുമ്പായി അള്ളാഹു നമുക്ക് ഒരു 25 തവാഫെങ്കിലും ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ മാമയെ പറ്റി തൊടിയൂർ ഉസ്താദ് പറഞ്ഞു, ഞങ്ങളോട് 50 തവാഫ് ദിവസവും ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹം ചെയ്യുമായിരുന്നു. ഇതെല്ലാം പറഞ്ഞു വന്നു. കൊറോണ ആയതുകൊണ്ട് നിയന്ത്രണമൊന്നും അറിയില്ല. അതുകൊണ്ട് പോയി വരുന്നതിന് മുമ്പായി എല്ലാവരും ഒരു 25 തവാഫ് 7 പ്രാവശ്യം ചുറ്റലാണ് കേട്ടോ. അള്ളാഹുവെ നിനക്ക് വേണ്ടി തവാഫ് ചെയ്യുന്നു, എളുപ്പമാക്കണം, സ്വീകരിക്കണം. 7 പ്രാവശ്യം ചുറ്റിൽ 2 റക്അത്ത് നിസ്കരിക്കും. മാമ ദിവസവും അദ്ദേഹം 50 പ്രാവശ്യം ചെയ്യുമായിരുന്നു. ഞങ്ങളോട് അങ്ങനെ നിർബന്ധിച്ചിരുന്നു. നമ്മുടെ മാമ എന്നെ കൊണ്ട് അത്ര പറ്റത്തൊന്നുമില്ല, ഇന്നവരെ 100 ചെയ്യും. അവസാനം 50 ചെയ്യാൻ അദ്ദേഹം കൽപ്പിക്കുകയുണ്ടായി. ആകെ 50. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സംസം വെള്ളം അധികമായിട്ട് കുടിക്കൻ, അള്ളാഹുവിനോട് ദുആ ചെയ്യൻ. മക്കയിലെ മുതബറക്കായ സ്ഥലങ്ങളുണ്ട്, പോയി കാണൻ, ഗുണപാഠങ്ങൾ പഠിക്കും. ഇവിടെയാണ് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ഈ മലയുടെ മുകളിൽ നിന്നാണ് ദഅവത്ത് നടത്തിയത്. റസൂലുള്ളാഹി സല്ലല്ലാഹു നിസ്കരിച്ച സ്ഥലം ഇതാണ്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളെയൊക്കെ ഹജ്ജിന് വിളിച്ച സ്ഥലം. ഓരോ സ്ഥലങ്ങളും കാണും. ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ മലയുടെ അടിവാരത്തിൽ വിശ്രമിക്കുന്നു. നമ്മൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കണ്ട് ഈമാൻ വർദ്ധിപ്പിക്കും. ദുൽഹജ്ജ് മാസം പ്രവേശിക്കും. അള്ളാഹു നമ്മളെ അവിടം വരെയും എത്തിക്കുമാറാകട്ടെ. ദുൽഹജ്ജ് 1, 2, 3, 4, 5, 6 പെട്ടെന്ന് കടക്കും. ദുൽഹജ്ജ് 7 നമ്മളോട് പറയപ്പെടും, ഇന്ന് രാത്രി നിങ്ങളെല്ലാവരും മിനായിലേക്ക് പുറപ്പെടണം. ഹജ്ജ് ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ 2ാമത്തെ അധ്യായത്തിലോട്ട് കയറുകയാണ്. ഹജ്ജ് ആരംഭിക്കാൻ പോകുന്നു. ആദ്യമായി നമ്മൾ 5 ദിവസത്തേക്ക് 6 ദിവസത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നു. അത്യാവശ്യ സാധനങ്ങൾ എടുക്കുന്നു. ആഹാരപാനീയങ്ങൾ മാഷാ അല്ലാഹ് മിനായിൽ വളരെ ബർക്കത്തായിട്ട് സമൃദ്ധമായിട്ട് അള്ളാഹു നൽകിയിട്ടുണ്ട്, നൽകുന്നുണ്ട്. അള്ളാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ട് വളരെ അത്യാവശ്യമായ സാധനങ്ങൾ, ഇഹ്റാമിന്റെ ഒരു ഉടുപ്പ്, ഇഹ്റാമിൽ നിന്ന് മാറിക്കഴിഞ്ഞ് ധരിക്കേണ്ട ഒരു ഉടുപ്പ്, നമ്മൾ ഇതിനു ശേഷം കുളിക്കാനുള്ള സോപ്പ്, നമ്മുടെ മരുന്നുകൾ, അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുക്കുക. വിരിക്കാനുള്ള വിരിപ്പ്, തോർത്ത്, ഇങ്ങനെയുള്ള അത്യാവശ്യ സാധനം എടുക്കുകയും വേണം, ആവശ്യമില്ലാത്ത എടുക്കാനും പാടില്ല. ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമ്മൾ മിനായിലേക്ക് രാത്രിയായിരിക്കും മിക്കവാറും കൊണ്ടുപോകുന്നത്. ദുൽഹജ്ജ് 8 പകലാണ് മിനായിൽ കഴിയേണ്ടത്, എങ്കിലും രാത്രി തന്നെ കൊണ്ടുപോകും. നമ്മൾ മക്ക മുക്കറമയിൽ നിന്നും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും നന്നായിട്ട് കുളിച്ച് റെഡിയായി, ഇനി ഒരു 4, 8, 9, 10 കഴിഞ്ഞിട്ടേ മിക്കവാറും നമുക്ക് കുളിക്കാൻ പറ്റുകയുള്ളൂ. നന്നായിട്ട് എണ്ണയൊക്കെ ഇട്ട് കഴിവിന്റെ പരമാവധി റാഹത്തായിട്ട് കുളിക്കും. സ്ത്രീകൾ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി 10 മണിക്ക് പുറപ്പെടണമെന്ന് പറഞ്ഞാൽ അവർ മഗ്‌രിബിന് മുമ്പ് തന്നെ കുളിച്ച് റെഡിയാകും. പോകുന്ന സമയത്ത് കുളിക്കാൻ വേണ്ടി നിൽക്കരുത്.
തലയെല്ലാം മറിച്ച് ആകെ അസ്വസ്ഥമാകും. അതുകൊണ്ട് നേരത്തെ രാവിലെ 10 മണിക്ക് കുളിച്ചൊരു കുഴപ്പവുമില്ല, രാവിലെ സുബഹി കഴിഞ്ഞ് കുഴപ്പമില്ല, എപ്പോഴെങ്കിലും കുളിച്ചോളൂ. ഇഹ്റാമിന് വേണ്ടി കുളിക്കൽ, എന്നിട്ട് ഇഹ്റാമിന്റെ വേഷം ധരിക്കൽ. നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് ഇഹ്റാമിന്റെ 2 റക്അത്ത് നമസ്കരിച്ച് നമ്മൾ ഹജ്ജിന്റെ ഇഹ്റാം നിർവഹിക്കും. എന്താണ് ഹജ്ജിന്റെ ഇഹ്റാം? അത് ഫർളാണ്. പറയും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നവൈതുൽ ഹജ്ജ വഅഹ്റംതു ബിഹി ലില്ലാഹി തആല അല്ലാഹുമ്മ തഖബ്ബൽഹു മിന്നി വയസ്സിർഹു ലീ. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തെ കരുതി പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ ഞാൻ നിയ്യത്ത് ചെയ്യുന്നു, അതുകൊണ്ട് ഇഹ്റാം ചെയ്യുന്നു. റഹ്മാനെ, സ്വീകരിക്കണേ, എളുപ്പമാക്കണേ. എല്ലാവരും പറഞ്ഞ് ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക്. ഇവിടെ ബിഹജ്ജത്തിൻ പ്രത്യേകം ശ്രദ്ധിച്ച് പറയണം. ഇതാണ് നിയ്യത്തെന്നും അഭിപ്രായമുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. കുറഞ്ഞത് 3 പ്രാവശ്യം സലാത്ത് ചൊല്ലിക്കൊണ്ട്, നേരത്തെ പറഞ്ഞ ഓർമ്മ വേണം, ഹജ്ജ് ഉംറയുടെ ആത്മാവ് ദിക്റും ദുആയും, ആ ദിക്റിന്റെ ദുആന്റെ ആത്മാവ് തൽബിയത്ത്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കും, നേർച്ചയൊന്നുമല്ല, ഒരു ദുൽഹജ്ജ് 7-ന്റെ അന്ന് രാത്രി, 8-ന്റെ അന്ന് രാത്രി, 9-ന്റെ അന്ന് രാത്രി, 10-ന് കല്ലെറിയും. ഏതാണ് 3.5 ദിവസമാണ് തൽബിയത്തിന്റെ സമയം. ഒരു 3000-5000 തൽബിയത്ത് എല്ലാവർക്കും ചൊല്ലിക്കോടി ഇൻഷാ അല്ലാഹ്. നമ്മളെ കെട്ടിപ്പൂട്ടി ഇടാനും സാധിക്കും. അല്ലെങ്കിൽ മരുമോനെ വിളിക്കണം, മരുമോളെ വിളിക്കണം. കേരളത്തിന്റെ വാർത്ത ഇവിടെ പത്രം ഇറങ്ങുന്നതിന് മുമ്പായിട്ട് മക്കത്തും മദീനത്ത് ചന്ദ്രീയ മാധ്യമവും കിട്ടും. കഅബ ശരീഫിന്റെ മുറ്റത്തിൽ നിന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ ഹാജിമാരെ സംസാരിക്കുന്നുണ്ട്. വാപ്പായിക്കാരുടെ ജോലിയൊന്നും ഇരത്തെ കാണിക്കുന്നത്. ഉടനെ പാവത്തുകൾ മാറ്റി അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നുണ്ട്. ശൈത്താൻ ശേരിക്കിട്ട് കളിക്കും. നമ്മളെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി മുറിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്, പത്രം തിളങ്ങി നിൽക്കും. ഹാജിമാര് പതുക്കെ ദിക്റും ദുആയും ചെയ്യുന്ന ഹാജിമാര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൂളായിട്ട് പത്രത്തിന് കൂട്ടത്തിൽ ഇരുന്ന് അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കും. നിസ്കാരവും കഴിഞ്ഞു, എന്റെ അമ്മ നിസ്കാരം കഴിഞ്ഞു എന്ന് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന് അറിയിച്ച് നിസ്കരിക്കണം പോലും. തിരിച്ചു വരും, നിസ്കാരം കഴിഞ്ഞു, ഒന്നും അറിഞ്ഞില്ലല്ലോ. വലിയ കുഴച്ചിലാണ് ഈ പത്രത്തിന്. പിന്നെ മൊബൈലും കൂടി വന്നപ്പോൾ ഉള്ള കുറവും കൂടി തീർത്തു. അതുകൊണ്ട് നമ്മൾ സഹോദരങ്ങളെ കെട്ടിപ്പൂട്ടാൻ വേണ്ടി കൂടി പറയുകയാണ്, ഒരു 5000 തൽബിയത്ത് ചൊല്ലി. സഹോദരിമാർക്ക് വളരെ എളുപ്പം. അൽഹംദുലില്ലാഹ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്ത ഉമ്മമാര് 10000 തൽബിയത്ത് ചൊല്ലിയവരുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഒരു ഉമ്മ മെനഞ്ഞാന്ന് മരിച്ചു. അല്ലാഹു ഖബറിനെ റൗഹും റൈഹാനും കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. 10000 സ്ത്രീകൾ, ഒരു ജോലിയില്ല, തസ്ബീഹും പിടിച്ച് കൂളായിട്ട് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരുന്നു. നമ്മൾ പുരുഷന്മാർക്ക് മത്സരിച്ചൂടെ ഇൻഷാ അല്ലാഹ്. ഒരു 5000 തൽബിയത്ത് ചൊല്ലണം. നേരത്തെ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വെക്കണം, ദുആ ചെയ്യണം, സലാത്ത് ചെല്ലണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഹറാമായ കാര്യങ്ങളൊക്കെ വർജിച്ച് നേരെ നമ്മൾ മിനായിലേക്ക് വരും. മിനായിലെ തമ്പ് മാഷാ അല്ലാഹ് ഇപ്പം ഭയങ്കര സൗകര്യമാണെന്നാണ് പറയുന്നത്. പണ്ട് സൗകര്യം, ഇപ്പം ഭയങ്കര സൗകര്യം. അതുകൊണ്ട് അവിടെ നമ്മൾ വിശ്രമിക്കും. ദുൽഹജ്ജ് 8-ന്റെ അന്ന് മിനായിൽ കഴിയും. എന്താ ജോലി? 1-ാം തരം ഉറക്കം. ആഹാരം കിട്ടിയാൽ റാഹത്തായിട്ട് കഴിക്കണം. രാത്രി കുറച്ച് കഴിക്കണം. യാത്ര കടുപ്പമാണ്. ബാക്കി നന്നായിട്ട് ആഹാരം കഴിച്ചോണം. ഉണർന്നിരിക്കുന്ന സമയത്ത് ചിത്തുമൂലയും കരുനാഗപ്പള്ളിയും പൊക്കിക്കൊണ്ട് വരാതെ ദിക്റും ദുആയും ചെയ്തുകൊണ്ടിരിക്കുക, തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ചെയ്യുമോ ഇൻഷാ അല്ലാഹ്. ഹജ്ജിന്റെ ആത്മാവാണ്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തെ കയറുകയാണ്. ദുൽഹജ്ജ് 9-ന്റെ രാത്രി നിങ്ങൾ അറഫാത്തിലോട്ട് കൊണ്ടുപോകും. അറഫ മൈതാനം ഹജ്ജിന്റെ ഫർളാണ്. ദുൽഹജ്ജ് 9-ന്റെ അന്ന് ളുഹറിന് ശേഷം അവിടെ ബുദ്ധിയോടുകൂടി ഉണ്ടായിരുന്നാൽ ഹജ്ജ് കിട്ടും. അള്ളാഹു എളുപ്പമാക്കട്ടെ, കബൂലാക്കുമാറാകട്ടെ. ദുൽഹജ്ജ് 9-ന്റെ രാവിലെ അറഫ മൈതാനിയിൽ നന്നായിട്ട് കിടന്നുറങ്ങി. ഒരു 11 മണിവരെയും 4th ഗിയറിൽ ഇറങ്ങിക്കൊള്ളാം എല്ലാവരും. ആ സമയത്ത് സംസാരം, കഥ പറയൽ ഒന്നുമില്ല, നന്നായിട്ട് കിടന്നുറങ്ങി. ഒരു 10:30 മണി 11 മണിയാകുമ്പോൾ എഴുന്നേറ്റ്
ബാത്റൂമിലെല്ലാം പോയി ചെറുതായിട്ടൊന്ന് ദേഹത്ത് വെള്ളമൊഴിക്കാൻ പറ്റിയ വെള്ളമൊഴിച്ച് നമ്മൾ ഒതുവൊക്കെ നിർവഹിച്ച് ളുഹറിന് മുമ്പായിട്ട് തമ്പിലെത്തി. ളുഹറിന് ബാങ്ക് കൊടുക്കപ്പെടും. അതിനു മുമ്പായി അറഫ മൈതാനിയിൽ സൂര്യൻ മധ്യാഹ്നത്ത് എത്തിക്കഴിഞ്ഞാൽ അറഫയുടെ ഖുത്ബ നടക്കും. ഉസ്താദന്മാരാരെങ്കിലും കൂട്ടത്തിൽ കാണും. അവരുടെ നസീഹത്തുകളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കിൻ. എന്നിട്ട് ളുഹർ ബാങ്ക് കൊടുത്ത് ളുഹർ നമസ്കരിക്കൻ. നിങ്ങൾ യാത്രക്കാരാണെങ്കിൽ അസർ ബാങ്കും ഇഖാമത്തും കൊടുത്ത് അസർ നമസ്കരിക്കൻ. എന്നിട്ട് മഗ്രിബ് വരെയും ഒരൊറ്റ ദിക്റിലും ദുആയിലും കഴിയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പടച്ചവൻ ശൈത്താന്റെ ശമനത്തോടും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അനസദയത്തോടും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസ്സമാഇ ദാതിൽ ബുറൂജ് വൽയൗമിൽ മവ്ഊദ് വശാഹിദിൻ വമശ്ഹൂദ്. ആകാശത്തെ കൊണ്ട് സത്യം, വാഗ്ദത്ത ദിനത്തെ കൊണ്ട് സത്യം, സാക്ഷ്യം നിൽക്കുന്ന അറഫ മൈതാനിയെ കൊണ്ട് സത്യം. സഹോദരങ്ങളെ, ഇരുന്ന് കിടന്ന് നിന്ന് കരഞ്ഞ് പുഞ്ചിരിച്ച് ഒറ്റയ്ക്ക് കൂട്ടായി ദിക്റിലും ദുആയിലും കഴിയും. ഇടയ്ക്ക് ആഹാരം കിട്ടി കഴിച്ചുകൊള്ളിൻ, വെള്ളം കിട്ടി കുടിച്ചുകൊള്ളിൻ, സംസാരത്തിലോട്ട് പോകാതിരിക്കും. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറും അസറും നമസ്കരിച്ചു. മഗ്രിബ് വരെയും അല്പം പോലെ നിർത്താതെ നിലവിളിയോട് നിലവിളി, കരച്ചിലോട് കരച്ചിൽ, ദുആയോട് ദുആ. പക്ഷെ ആലിമീങ്ങൾ നമുക്ക് ഇളവ് നൽകുന്നു. ഒരല്പനേരം നമ്മൾ വെയിലത്ത് നിന്ന് ദുആ ചെയ്യൽ, പിന്നെ അകത്ത് വന്നിരുന്ന് ദിക്റിലും ദുആയിലുമായി കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഗ്രിബിന്റെ സമയമായി നമ്മൾ അറഫാത്തിൽ നിന്നും പുറപ്പെടും. മുസ്ദലിഫ എന്ന് പറയും മിനായുടെയും അറഫയുടെയും ഇടയിലുള്ള സ്ഥലമാണ്. ബസ്സിൽ വരാം, ട്രെയിനിൽ വരാം. അല്ലാഹുവിന് ധാരാളം അടിമകൾ നടന്നു വരുന്നു. നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് വരും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സ്ഥലങ്ങളിലെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്. അറഫ അതിർത്തി, അറഫ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു, അപ്പുറത്ത് അറഫ ഇവിടെ നിന്ന് അവസാനിക്കുന്നു, മുസ്ദലിഫ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു, മുസ്ദലിഫ ഇവിടെ അവസാനിക്കുന്നു. 4 ഭാഗത്ത് കൂറ്റൻ ബോർഡുണ്ട്. അതിന്റെ ഉള്ളിൽ നിങ്ങൾ എത്തിയിരിക്കൽ നിർബന്ധമാണ്. അറഫയുടെ മുറ്റത്തെത്തി ഉള്ളിൽ കടന്നില്ല, അല്ലാഹു കാക്കുമാറാകട്ടെ, ഹജ്ജ് കിട്ടിയിട്ടില്ല. മുസ്ദലിഫയുടെ മുറ്റത്തെത്തി കാറുകാർ കൊണ്ടുവന്ന് മുസ്ദലിഫയായെന്ന് പറയും, അവിടെ കഴിഞ്ഞുകൂടി മുസ്ദലിഫ കിട്ടിയില്ല, മൃഗത്തെ അറുത്തു കൊടുക്കണം. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് മുസ്ദലിഫയുടെ ഉള്ളിൽ കയറണം. വൈലറ്റ് വലിയ ബോർഡുണ്ട്, അതിനുള്ളിൽ കടക്കണം. ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് 9 കഴിഞ്ഞിട്ടുള്ള രാത്രി 10 നിന്ന് പാതിരാത്രിയോട് നമ്മൾ മുസ്ദലിഫയിലെത്തും. അവിടെ നമ്മൾ വിശ്രമിക്കും. മഗ്രിബ് ഇശ ആദ്യം നമസ്കരിക്കും, എന്നിട്ട് വിശ്രമിക്കും. ബാത്റൂമിന്റെ സൗകര്യമുണ്ട്. സമയം നോക്കിപ്പോയാൽ സുഖമായിട്ട് ബാത്റൂമിൽ പോകാൻ സാധിക്കും. തഹജ്ജുദിന് കുറച്ച് നേരത്തെ എഴുന്നേക്കും. ദുൽഹജ്ജ് 10 രാവിലെ സുബഹി ബാങ്ക് കൊടുത്താൽ ഉടനെ സുബഹി നമസ്കരിക്കും. സുബഹി നമസ്കരിച്ചു കഴിഞ്ഞ ഹാജിമാര് ഭയങ്കര തിരക്കൂട്ടി ഓടുന്നത് കാണാൻ സാധിക്കും. നിങ്ങളെ ഗ്രൂപ്പിലുള്ളവർ അല്ലെങ്കിൽ ഗവൺമെന്റ് നിയമം വല്ലതും കൊണ്ടുവന്നു അവരുടെ കാര്യം നമ്മൾ എതിർക്കുന്നില്ല. അല്ലാതെ നിങ്ങൾക്ക് നിൽക്കാൻ സൗകര്യമുണ്ടെങ്കിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് കുറെ നേരം മുസ്ദലിഫയിൽ നിന്നോ ഇരുന്നോ ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുശേഷം അവിടെ നിന്ന് മിനായിലേക്ക് വരണം. നടന്നു വരാൻ പറ്റും, ചിലപ്പോൾ വാഹന സൗകര്യം കാണും, നടന്നും അടുത്ത് തന്നെയാണ് എത്താൻ പറ്റും. മുസ്ദലിഫയിൽ നിന്നും മിനായിലേക്ക് വരുന്ന വഴിക്ക് ഒരു 70 കല്ലുകൾ സൗകര്യപ്പെട്ടാൽ പെറുക്കിയെടുക്കണം. അല്ലെങ്കിൽ ഒരു 10 കല്ല് കുറഞ്ഞതെടുക്കണം. ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് 10 നിങ്ങൾ ഒരു ദുഹാ സമയത്ത് മിനായിലെത്തിയിരിക്കും. അള്ളാഹു എളുപ്പമാക്കുമാറാകട്ടെ, അള്ളാഹു സൗകര്യത്തിലാക്കുമാറാകട്ടെ. فَإِذَا قَضَيْتُم مَّنَاسِكَكُمْ فَاذْكُرُوا اللَّهَ كَذِكْرِكُمْ آبَاءَكُمْ أَوْ أَشَدَّ ذِكْرًا ثُمَّ لْيَقْضُوا تَفَثَهُمْ وَلْيُوفُوا نُذُورَهُمْ وَلْيَطَّوَّفُوا بِالْبَيْتِ الْعَتِيقِ. ദുൽഹജ്ജ് 10 മിനയിൽ, ഹജ്ജിന്റെ കേന്ദ്രമായ മിനയിൽ
ഇന്ന് നിങ്ങൾക്ക് 5 കർമ്മങ്ങളുണ്ട്. ഹാജിമാർക്ക് ഏറ്റവും തിരക്ക് പിടിച്ച സമയം. നിങ്ങളുടെ ബന്ധുക്കളെല്ലാം നാട്ടിൽ പെരുന്നാൾ ആഘോഷത്തിൽ. നിങ്ങൾക്ക് 5 കർമ്മങ്ങൾ. 1, ഒരു സ്ഥലത്ത് പോയി 7 കല്ലുകൾ എറിയണം. 2, മൃഗത്തെ അറുക്കണം. 3, മുടിയെടുക്കണം. 4, മക്കാ മുക്കറമയിൽ പോയി തവാഫ് ചെയ്യണം. 5, സഈ ചെയ്യണം. ഇന്ന് ചെയ്യേണ്ടതാണെങ്കിലും മഹാന്മാരായ ഉലമാക്കൾ ഇതിന് വലിയ ഇളവ് ഹദീസിന്റെ വെളിച്ചത്തിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഒരു സാധാരണ ഹാജിമാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് അനുഭവമുള്ള കാര്യം, അത് ക്രമമായിട്ട് പറയുകയാണ്. നിങ്ങൾ മിനായിലെത്തി, ക്ഷീണമുണ്ട്, കുറച്ച് വിശ്രമിക്കും. ക്ഷീണമില്ല, ഇപ്പം തന്നെ പോകാൻ ആഗ്രഹം. നിങ്ങൾ ഒരു 7 കല്ല് കുറഞ്ഞത് 10 കല്ല് സൂക്ഷ്മതയ്ക്ക് വേണ്ടി എടുത്തുകൊണ്ട് കല്ലെറിയുന്ന സ്ഥലത്തേക്ക് വരും. കടല പോലെയുള്ള കല്ലുകളാണ് എടുക്കേണ്ടത്. ക്രിക്കറ്റ് ബോൾ പോലുള്ള വലിയ കല്ലെടുക്കരുത്. അങ്ങേയറ്റം ഒന്നുമല്ലാത്ത ചെറിയ ഞാഞ്ഞൂല് കല്ലും എടുക്കരുത്. കടല പോലത്തെ സാധാരണ കല്ലെടുക്കണം. അവിടെ സമൃദ്ധമായിട്ടുണ്ട്. മിനായിലെ പാ പൊക്കി കഴിഞ്ഞാൽ അടിയിൽ കല്ല് ആവശ്യത്തിന് കിട്ടും. മുസ്ദലിഫയിലുണ്ട്. അതുകൊണ്ട് ആ കല്ല് നിങ്ങൾ എടുത്ത് ഇൻഷാ അല്ലാഹ് പതുക്കെ വരും. തൽബിയത്ത് തീരാൻ പോകുകയാണ്. അതുപോലെ അധികമായി തക്ബീർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ വരും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എറിയുന്ന സ്ഥലത്ത് വരണം. ഇന്ന് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു ബേജാറിന്റെ ആവശ്യമില്ല. പക്ഷെ ആൾക്കാർ ഒരുതരം ബഹളം ഉണ്ടാക്കാറുണ്ട്, നേരത്തെ എറിയാറുണ്ട്. ഇത് കണ്ടുകൊണ്ട് നമ്മൾ വലിയ ആരോഗ്യവാന്മാരായിട്ട് നേരെ എറിയാൻ തുടങ്ങും. സൗത്ത് ആഫ്രിക്കയിലുള്ളവർ 1 കിലോമീറ്റർ ദൂരത്ത് നിന്ന് സുഖമായിട്ട് അവിടെ പോയി വീഴും. കേരളത്തിൽ നമ്മൾ ഈ കഞ്ഞി കുടിച്ചവർ 1 കിലോമീറ്റർ ദൂരത്തെറിഞ്ഞാൽ അപ്പുറത്ത് പോയി വീഴത്തേ ഉണ്ട്. മറ്റുള്ളവർ കാണിക്കുന്നുണ്ട് നമ്മൾ തുള്ളാൻ പാടില്ല. അതുകൊണ്ട് പതുക്കെ നമ്മൾ അടുത്തോട്ട് പോയി അടുത്തോട്ട് പോയി നിന്ന് 1 കല്ല് പറയും, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, എറിയുക. 2ാമത്തെ കല്ല് ഇത് പറഞ്ഞെറിയുക. 3 എറിയുക, 4 എറിയുക, 5 എറിയുക, 6 എറിയുക, 7 എറിയുക. 7 ആയപ്പോൾ സംശയം 6 ആയിട്ടുള്ളൂ എന്ന് എന്ത് ചെയ്യണം? 8ാമത്തെ എറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വീടില്ല എന്ന് സംശയം, ഒന്നും കൂടെ എടുത്തെറിയും. ആവശ്യമില്ലാതെ അറിയേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ലാ, ഒരു ഫർദ് നിർവഹിക്കപ്പെട്ടു. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി വരും മൃഗത്തെ അറക്കാൻ. ഏറ്റവും എളുപ്പവും സുരക്ഷിതവും അതിന്റെ പൈസ നമ്മൾ എവിടെയാണ്? അവിടുത്തെ ബാങ്കിൽ ഏൽപ്പിക്കലാണ്. സൂക്ഷ്മതയോടുകൂടി അവർ ആ കാര്യം നിർവഹിക്കും. 3, മുടിയെടുക്കണം. കല്ലെറിയുന്നതിന് വെളിയിൽ മുടിയെടുക്കുന്ന സ്ഥലം ഉണ്ട്. അവിടെ കുറച്ച് ക്യൂ നിന്ന് കഴിഞ്ഞാൽ അവിടെ പോയി മുടിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മളുമായി ബന്ധപ്പെട്ട സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമെങ്കിൽ അങ്ങനെ എടുക്കും. വഴി അരികിൽ നമ്മളുടെ അയൽവാസികളായ അടുത്ത നാട്ടുകാര് മുടി പഠിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചിരുത്തും. മുടി പഠിക്കുമ്പോൾ പോലീസ് വരും. അവരങ്ങനെ തന്നെ ഇറങ്ങി ഓടും. നമ്മൾ പകുതി മുടിയുമായിട്ട് നാട് നീളെ കറങ്ങി നടക്കേണ്ടി വരും. അതുകൊണ്ട് ഒന്നുകിൽ അവിടെ പോയി മര്യാദയ്ക്ക് മുടി എടുക്കാൻ നോക്കി, അല്ലെങ്കിൽ നമ്മുടെ താമസ സ്ഥലത്ത് വന്ന് കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് ട്രിമ്മർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കും. അള്ളാഹു എളുപ്പമാക്കുമാറാകട്ടെ. ഇനി നമുക്ക് തവാഫും സഈ ചെയ്യണം. ഇന്ന് നല്ല ക്ഷീണം കാണും. ഇന്ന് വിശ്രമിക്കും. ദിക്റിനും ദുആയിലുമായി കഴിയും. വിശ്രമിക്കും. ആഹാരം ശരിക്ക് കഴിക്കും. ദുൽഹജ്ജ് 11 നിങ്ങൾക്ക് രാവിലെ സൗകര്യപ്പെട്ട് തവാഫും സഈയും ചെയ്യാൻ പോയി ചെയ്യൽ പറ്റിയിട്ടില്ല, നിങ്ങൾ അന്ന് അവിടെ കഴിയും. ഇന്ന് ളുഹർ നിസ്കാരം കഴിഞ്ഞ് 11, 12, 13 3 ദിവസം ളുഹർ നിസ്കാരം കഴിഞ്ഞ് 7, 7, 7, 21 കല്ലുകൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു 25 കല്ലുകൾ കയ്യിലെടുത്ത് നിങ്ങൾ എറിയുന്ന സ്ഥലത്തേക്ക് പോകണം. ഇന്നലെ ഒരു സ്ഥലത്താണ് എറിഞ്ഞത്, അവിടെ എറിയിക്കുകയുള്ളൂ. ഇന്ന് അതിനു മുമ്പ് 2 സ്ഥലമുണ്ട്. ആദ്യം ജംറത്തുൽ ഊലയിൽ, 2 ജംറത്തുൽ വുസ്തയിൽ, 3 ജംറത്തുൽ അഖബയിൽ. ആ തർത്തീബിലെ പോലീസ് വിടുകയുള്ളൂ. 1ാമത്തെ സ്ഥലത്ത് പോയി 7 കല്ലെറിയിൽ മാറി ദുആ ചെയ്യൽ. 2ാമത്തെ സ്ഥലത്ത് 7 കല്ലെറിയിൽ മാറി എന്ന് ദുആ ചെയ്യൽ. 3ാമത്തെ സ്ഥലത്ത് കല്ലെറിയിൽ, അവിടെ ദുആ ഇല്ല. ദുൽഹജ്ജ് 11 കഴിഞ്ഞു. 12 നിങ്ങൾക്ക് ഇന്ന് തവാഫ് സഈ ചെയ്യാൻ സാധിക്കും. അൽഹംദുലില്ലാഹ് പോയി ചെയ്യൽ. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് 12-ന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ്. അതിനുശേഷം ളുഹർ കഴിഞ്ഞ് ഇതുപോലെ വീണ്ടും നിങ്ങൾ കല്ലെറിയും. ളുഹർ കഴിഞ്ഞോ മഗ്രിബ് കഴിഞ്ഞ് ഇശ കഴിഞ്ഞ് പോയി കല്ലെറിയും. ദുൽഹജ്ജ് 13-ന് അന്ന് നിങ്ങൾ നിർബന്ധമായും കഴിവിന്റെ പരമാവധി തവാഫ് സഈ ഇതിനു മുമ്പായിട്ട് നിർവഹിക്കണം. വളരെ അനാരോഗ്യം അല്ലെങ്കിൽ നിങ്ങളുടെ അമീറന്മാര് പറഞ്ഞു അവർ പറയുന്നതനുസരിച്ച് ചെയ്തുകൊള്ളി.
അല്ലെങ്കിൽ നിങ്ങൾ 13-ന്റെ അന്ന് ഏറിന് മുമ്പായിട്ട് തവാഫും സഅയും കഴിവിന്റെ പരമാവധി ചെയ്യാൻ പരിശ്രമിക്കണം. ഒരു സുബഹിയോടുകൂടി പുറപ്പെട്ടാൽ സുഖമായിട്ട് എത്തി തവാഫും സഅയും നിർവഹിക്കാൻ സാധിക്കും. ഒരു കാര്യം ഓർക്കണം, ഈ തവാഫും സഅയും ഹജ്ജിന്റെ ഫർളായ തവാഫും സഅയുമാണ്. വളരെ ശാന്തമായി ഒരു തിരക്കുമില്ലാതെ കഴിവിന്റെ പരമാവധി നല്ല നില ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഭയങ്കര തിരക്ക് അള്ളാഹു മാപ്പാക്കും. കഴിവിന്റെ പരമാവധി നല്ല നില ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആവശ്യമില്ലാതെ തിരക്ക് കൂട്ടുന്നതിനെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു കൂട്ടുകാരൻ ഞങ്ങള് വയസ്സന്മാരുടെ കൂട്ടത്തിൽ പോവുകയുണ്ടായിട്ട് അദ്ദേഹം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് സഅയ് ചെയ്തെന്ന് പറഞ്ഞു. ആ വയസ്സന്മാരെല്ലാവരും 2 മണിക്കൂർ കറങ്ങി കിടന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ സഅയ് ഒരുതരം ഓട്ടക്കളിയാണ്, നിങ്ങൾ ശരിയായിട്ടുള്ള അദ്ദേഹത്തിന് വിരട്ടുകയാണ്. അതുകൊണ്ട് ഇവിടെ ഓട്ടവും ബഹളവുമല്ല. നമ്മൾ കഴിവിന്റെ പരമാവധി ആളുകളുടെ കൂട്ടത്തിൽ, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ, കൂട്ടുകാരുടെ കൂട്ടത്തിൽ ശാന്തമായി നിർവഹിക്കലാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദുൽഹജ്ജ് 13-ന് ഏറ് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ ഹജ്ജിന്റെ അമലുകൾ പൂർത്തിയായി. നിങ്ങൾ മക്ക മുക്കറമയിൽ താമസ സ്ഥലത്ത് വരും. നിങ്ങളോട് പറയപ്പെടും, ഇന്ന ദിവസം ഒന്നുകിൽ മദീന മുനവ്വറയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ജിദ്ദയിലേക്ക്, നാട്ടിലേക്ക് ഇന്ന ദിവസം യാത്ര തിരിക്കണം. അത് കാണുമ്പോൾ മനസ്സ് പടയ്ക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മക്ക മുക്കറമയിൽ കഴിയേണ്ടതുപോലെ കഴിഞ്ഞവരാണെങ്കിൽ നമ്മളെ മനസ്സ് അവിടെ നിന്ന് വരാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. സത്യം, ഒരിക്കലും സമ്മതിക്കുകയില്ല. എങ്കിലും നമുക്ക് വന്നേ പറ്റൂ. ഈ പറയപ്പെടുന്ന സമയത്തിന് മുമ്പ് സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ച് നമ്മൾ കഅബ ശരീഫയിൽ പോയി വിടവാങ്ങൽ തവാഫ് നിർവഹിക്കുന്നു. ഈ വിടവാങ്ങൽ തവാഫിൽ നമ്മൾ ചെയ്യേണ്ട ദുആ 2 ദുആയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, അല്ലാഹുവേ, ചെയ്ത അമലുകൾ നീ കബൂലാക്ക്, വന്ന തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്ക് റഹ്മാനെ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കുമാറാകട്ടെ. ബാക്കി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കാര്യമായി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. നമ്മൾ മുറിയിൽ വരണം. മുറിയിൽ വന്നതിന് ശേഷം പിന്നീട് സാധന സാമഗ്രികൾ മേടിക്കലും മറ്റുമായി ബന്ധപ്പെടരുത്. ഇൻഷാ അല്ലാഹ് പിന്നീട് ജിദ്ദ വഴി നാട്ടിലേക്ക് വരും, അല്ലെങ്കിൽ നിങ്ങൾ മദീന മുനവ്വറയിലേക്ക് പോകും. എന്റെ അവസാനത്തെ വിഷയം മദീന മുനവ്വറയെ പറ്റി കൂടി പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ബാങ്കിന് മുമ്പായി അതും കൂടി പറഞ്ഞു നിർത്തുന്നു. മക്ക മുക്കറമ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സങ്കേതം, മദീന മുനവ്വറ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേന്ദ്രം. മക്ക മുക്കറമയിൽ പടച്ചവനുമായി വളരെയധികം അടുക്കിൻ, മദീന മുനവ്വറയിൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് അടുക്കിൻ. അതിനുവേണ്ടിയുള്ള യാത്രയാണ്. യാത്രയിൽ മുഴുവനും അധികമായി സ്വലാത്ത് ചൊല്ലിൻ. തൽബിയത്തിനെ പറ്റി നിങ്ങളെ കൊണ്ട് നിയ്യത്ത് ചെയ്യിപ്പിച്ചതുപോലെ അള്ളാഹു എനിക്കും നിങ്ങൾക്കും മദീന മുനവ്വറയിൽ പോയി വരുന്നതിന് മുമ്പായി ഒരു 10,000 സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ദിവസം 1500 വീതം പിടിക്കും. അൽഹംദുലില്ലാഹ്, അതെല്ലാം കഴിഞ്ഞു കടന്നു 20,000, അതുപോലെ 25,000 സ്വലാത്തുകൾ ചൊല്ലിയ, അതും ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലിയ ധാരാളം ദാസന്മാരുണ്ട്. യാത്രയിൽ വേറെ ഒരു ജോലിയുമില്ല, ചാരിക്കണക്കിൽ അധികമായി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വലത്തോട്ടും ഇടത്തോട്ടും നോക്കുന്നു. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഹിജ്റ ചെയ്ത വഴിയിലൂടെയാണ് നടന്ന് ഒട്ടകത്തിൽ 8 ദിവസങ്ങളിലായിട്ട് യാത്ര ചെയ്ത ആ വഴിയുടെ അരികിലൂടെയാണ് നമ്മൾ AC ബസ്സിൽ അല്ലെങ്കിൽ വളരെ വേഗതയിൽ പായുന്ന ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധമായ മണൽത്തരികൾ പ്രവാചകന്റെ മഹത്വം, അപദാനങ്ങൾ പാടി പറയുന്നുണ്ട്. ആദരവായ റസൂലിന്റെ ത്യാഗത്തെപ്പറ്റി നമ്മെ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് അധികമായി റസൂലുള്ളാഹിയെ ഓർത്തുകൊണ്ട് സലാത്ത് ചൊല്ലിക്കൊണ്ട് മദീനയിലേക്ക് യാത്രയാകി. സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി അന്ത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി
അസ്സലാത്തു അലൻ നബി കുല്ല വഖത്തിൻ ദായിമാ. ഈ രീതിയിൽ സഹോദരങ്ങൾ അധികമായ സലാത്തുകൾ ചൊല്ലി പ്രവാചക കീർത്തനങ്ങൾ പാടി ഒരു മനസ്സുകൊണ്ട് ഹബീബുമായിട്ട് അടുക്കുന്നു എന്ന സങ്കല്പത്തിൽ നമ്മൾ മദീനയിലേക്ക് യാത്ര ചെയ്യും. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം മദീനയുടെയും അതിർത്തി എത്തും. മക്കയുടെ അതിർത്തി പറഞ്ഞതുപോലെ മനോഹരമായ അതിർത്തി. മിക്കവാറും ബസ് അതിനു മുമ്പ് നിർത്തും, രേഖകളൊക്കെ ചെക്ക് ചെയ്യും, എന്നിട്ട് മദീനയിലേക്ക് പ്രവേശിക്കും. മദീന ഒരു അനുഗ്രഹീത നാടാണ്. ഇവിടുത്തെ മണ്ണും വിണ്ണും പടച്ചവന് പ്രിയങ്കരമാണ്. അവിടെ നമ്മൾ വളരെ ബഹുമാനത്തിൽ നേരത്തെ പറഞ്ഞു ഇവിടെ വരെയും വിശ്രമിക്കും. ഇനി വിശ്രമമില്ല, സലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കും. വലത്തോട്ടും ഇടത്തോട്ടും നോക്കി ദൂരെ ഹബീബിന്റെ അനുഗ്രഹീതമായ മസ്ജിദ് കാണും. അതിന്റെ ഇടയിൽ റൗള ഷരീഫയുടെ പച്ച കുബ്ബ കാണും. അതിന്റെ അടിയിലാണ് നായകൻ വിശ്രമിക്കുന്നത്. വാഹനം കറങ്ങിത്തിരിഞ്ഞ് താമസ സ്ഥലത്തെത്തും. സാധനങ്ങളെല്ലാം ഒരുക്കി വയ്ക്കും, കുളിച്ച് റെഡിയാകും, നല്ല വസ്ത്രം ധരിക്കും, തലപ്പാവ് ധരിക്കും, താടി തൊടാതിരിക്കും, സുന്നത്തായ വേഷങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ഉൾക്കൊള്ളിൻ. എന്നിട്ട് മസ്ജിദ് നബവിയിലേക്ക് വരും. 40 കവാടങ്ങളുണ്ട് മസ്ജിദ് നബവിക്ക്. ഏതെങ്കിലും കവാടത്തിൽ കൂടി കടക്കും. പക്ഷെ അതിൽ 1ാമത്തെ കവാടത്തിൽ കൂടിയാണ് കടന്ന് സലാം പറയേണ്ടത്. ആദ്യം എവിടെയെങ്കിലും നമ്മൾ കടന്ന് 2 റക്അത്ത് നമസ്കരിക്കും, തഹിയ്യത്ത് നമസ്കരിക്കും. എന്നിട്ട് അല്ലാഹുവിനോട് നന്ദി രേഖപ്പെടുത്തും. എന്നെ പോലെയുള്ളവൻ എവിടെ എത്തിയിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. വളരെ ബഹുമാനത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് 1ാമത്തെ വാതിലിലേക്ക് വരും. 1ാമത്തെ വാതിലിന്റെ അതിലെ കൂടി ആളുകൾ പ്രവേശിക്കുന്നത് കാണാം. ബാബു സലാം എന്നാണ്, സലാം പറയേണ്ട കവാടമെന്നാണ് അതിന്റെ പേര്. അതിൽ കൂടി പ്രവേശിക്കും. ഇവിടം വരെ നമ്മൾ സാധാരണ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. 1ാമത്തെ കവാടത്തിൽ കയറിയ ദൂരെ അനുഗ്രഹീതമായ വലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രവാചക ഭവനം കാണാൻ സാധിക്കും. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭവനം. വഹുവ ഫീ ഖബ്രിഹി ഹയ്യുൻ. അതിന്റെ ഉള്ളിലാണ് ഹബീബ് വിശ്രമിക്കുന്നത്. ഇനി നമ്മൾ സലാത്ത് മാറ്റും. എല്ലാവരും ഒന്ന് പറഞ്ഞ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ശബ്ദമുയർത്താൻ പാടില്ല, ചെറിയ ശബ്ദത്തിൽ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് ചൊല്ലിക്കൊണ്ടുവരും. ഉന്തലില്ല, തള്ളലില്ല. നേരത്തെ കഅബയെ പറ്റി പറഞ്ഞതുപോലെ അവിടെ ഇവിടെ നോട്ടമില്ല, ആരുമായി പരിചയപ്പെടലില്ല. നബിതങ്ങൾക്ക് സലാം പറയണം. ആശുപത്രി ഡോക്ടറെ കാണാൻ പോവുകയാണ്, ആ സമയത്ത് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമോ? പതുക്കെ നമ്മൾ അൽഹംദുലില്ലാഹ് അനുഗ്രഹീത വലയുടെ മുമ്പിലെത്തും. അവിടെ ദ്വാരങ്ങളുണ്ട്. അതിൽ ഒരു ദ്വാരത്തിന്റെ മുകളിൽ അറബിയിൽ എഴുതിയിട്ടുണ്ട് ഹുന അസ്സലാമു അലാ റസൂലില്ലാഹ്. അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കുമാറാകട്ടെ. അവിടെ ആരെങ്കിലും നിന്ന് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ അവന്റെ പാപം നിറഞ്ഞ കണ്ണും ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നയനങ്ങളും നേർക്ക് നേരെ ആകുമെന്ന് ഉലമാക്കൾ പറയുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വികാരത്തിന്റെ വേദിയേറ്റത്തിന്റെ നിമിഷമാണ്. അവിടെ നിൽക്കും വളരെ അതവോടുകൂടി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് എന്ന് പറയും. ആദരവായ റസൂൽ സലാം മടക്കുന്നു എന്ന് സങ്കല്പിക്കും. ധാരാളം ആളുകൾ നമുക്ക് സലാം പറഞ്ഞു കാണും. അവരുടെ ഭാഗത്തു നിന്ന് സലാം പറയും. നമ്മളോട് അവിടെ നിന്ന് നീങ്ങാൻ അവിടെയുള്ള സേവകന്മാർ പറയും. അവർ പറയുന്നത് കേട്ട് മാറി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സലാം. ആ സലാം അസ്സലാമു അലൈക്കും യാ അമീറുൽ മുഅ്മിനീൻ പറയും. അസ്സലാമു അലൈക്കും യാ അമീറുൽ മുഅ്മിനീൻ. ഉമർ റളിയല്ലാഹു അൻഹു അസ്സലാമു അലൈക്കും യാ അമീറുൽ മുഅ്മിനീൻ. ശേഷം വെളിയിലേക്ക് ഇറങ്ങി. മനസ്സ് തൃപ്തിയായോ? മനസ്സ് തൃപ്തിയായോ? ഒരിക്കലും ആയിട്ടില്ല. അള്ളാഹു ഒരിക്കലും ആക്കാതിരിക്കുമാറാകട്ടെ. നാളെ നബിതങ്ങളെ കണ്ട് പരിശുദ്ധ കരം ചുംബിക്കുന്നത് വരെയും സലാം പറയുന്ന ആഗ്രഹം തീരുകയില്ല സഹോദരങ്ങളെ, തീരാൻ പാടില്ല.
പുറത്തു നിന്ന് സലാം പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വന്ന് സലാം പറയുന്നു. 5 വക്ത് നമസ്കാരങ്ങൾ മസ്ജിദ് നബവിയിൽ നമസ്കരിക്കും. അതിന്റെ കണ്ണായ റൗളത്തുൽ മിൻ റിയാദിൽ ജന്നയിൽ രാത്രി സമയത്ത് സൗകര്യം പോലെ വരും. മദീന മലബറയിൽ കഴിവിന്റെ പരമാവധി നല്ല നിലയിൽ കഴിയും. തൊട്ടടുത്ത് പ്രിയപ്പെട്ട ഉമ്മമാര് 9 പേരും അടുത്തടുത്ത് വിശ്രമിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളും കുടുംബാംഗങ്ങളും അതിനടുത്ത് കിടക്കുന്നു. 10,000-ഓളം സഹാബാക്കൾ അപ്പുറത്ത് മാറി കിടക്കുന്നു. ഔലിയാക്കളുടെ കേന്ദ്രം. അവിടെ പോകൻ, ഉഹദിൽ പോകൻ, ഖന്തത്തിൽ പോകൻ, അതുപോലെ തന്നെ ഖുബായിൽ പോകൻ. അവിടുത്തെ പാഠങ്ങളെല്ലാം ഉൾക്കൊള്ളിൻ. ഒരു ദിവസം പറയപ്പെടും, നാളെ നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങേണ്ടതായിട്ടുണ്ട്. മക്കയെ പറ്റി പറഞ്ഞതുപോലെ അള്ളാഹു നമ്മുടെ മനസ്സ് പഠിപ്പിക്കുമാറാകട്ടെ. ഭയങ്കര ദുഃഖം വരും, പക്ഷെ പോയേ പറ്റൂ. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിയാറത്തിന് വേണ്ടി നമ്മൾ വരും. അതിനു മുമ്പായിട്ട് സ്ത്രീകളുടെ കാര്യം പറയാൻ വിട്ടുപോയി. സഹോദരിമാര് ബേജാറാകണ്ട. മസ്ജിദിന്റെ പരിശുദ്ധമായ മസ്ജിദ് നബവി ഷരീഫിന്റെ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇടത് ഭാഗത്ത് പിന്നിൽ, 2 വലത് ഭാഗത്ത് പിന്നിൽ. ഇതിൽ വലത് ഭാഗത്തിന്റെ പിന്നിൽ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുണ്ട്. ഇടത് ഭാഗത്തിന്റെ പിന്നിൽ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുള്ളതിനോടുകൂടി സുബഹി കഴിഞ്ഞ്, ദുഹർ കഴിഞ്ഞ്, അസർ കഴിഞ്ഞ്, ഇശാ കഴിഞ്ഞ് അതിന്റെ ഉള്ളിൽ കൂടി റൗളത്തുൽ മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്ന അനുഗ്രഹീതമായ സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പ്രത്യേക വഴി ഇടാറുണ്ട്, നിർമ്മിക്കാറുണ്ട്. സഹോദരിമാരായ ആളുകൾ ഇതിലേതെങ്കിലും സമയത്ത് സൗകര്യം പോലെ അവർ ഇൻഷാ അല്ലാഹ് വരും. അവരോടും പുരുഷന്മാരോടും പറയുകയാണ്, മുഴുവൻ അനുഗ്രഹീതമായ സ്ഥലങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദ, നമ്മൾ അവിടെ അടുത്തേക്ക് പോയി നിൽക്കും. നമുക്ക് കടക്കാൻ പറ്റി, അൽഹംദുലില്ലാ. കടക്കാൻ പറ്റിയില്ല, അൽഹംദുലില്ലാ. എല്ലാവരും ഒന്ന് പറഞ്ഞ്, കടക്കാൻ പറ്റി, അൽഹംദുലില്ലാ. കടക്കാൻ പറ്റിയില്ല, കടക്കാൻ പറ്റിയിട്ട് കടന്നില്ല, നഷ്ടം. അടിയും ഇടിയും ഉന്തും തള്ളും ഉണ്ടാക്കി കടന്നു, നഷ്ടം. ശരിക്കും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഹജ്ജ് യാത്ര വളരെ എളുപ്പമായിരിക്കും. ഒരു കാര്യം ഉള്ളിലോട്ട് കടക്കാൻ നല്ല വഴി, എന്നിട്ട് ഞാനിവിടെ ഗമയും കാണിച്ച് എനിക്ക് തെറ്റാണ്, പക്ഷെ ഉള്ളിലോട്ട് കയറാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ തന്നെ നിന്ന് ആദരവായ റസൂലിന് സലാം പറയും, അള്ളാഹുവിനോട് ദുആ ചെയ്യും. നമുക്ക് പടച്ചവന്റെ പൊരുത്തമാണ് വേണ്ടത്, ഹബീബിന്റെ തൃപ്തിയാണ് വേണ്ടത്. അതുകൊണ്ട് സഹോദരിമാരെ, ഈ വഴിയിലൂടെ എവിടം വരെയും വരാൻ സാധിക്കും അവിടെയും വരെയും വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിർത്തും, മതി, ഇത്ര മതി. ചിലപ്പോൾ നിങ്ങൾ നേരെ ഉള്ളിൽ വിടും, അൽഹംദുലില്ലാ അങ്ങോട്ട് പോകും. ചിലപ്പോൾ എങ്ങോട്ടും വിടുന്നില്ല, ഒരു ഭാഗത്ത് നിൽക്കും. എന്നിട്ട് അവിടെ ദിക്റും ദുആയും ചെയ്ത് അള്ളാഹുവിനോട് നമ്മൾ അധികമായി ദുആ ചെയ്യും. റസൂലുള്ളാഹിയുടെ മേൽ അധികമായി സലാം പറയും. മഹാനായ ഉസ്താദ് പറയുന്നൊരു വാക്കുണ്ട്, ഇൻഷാ അല്ലാഹ് സമ്പൂർണമായി നാളെ ആഖിറത്തിൽ അള്ളാഹു നബിതങ്ങളുടെ കൈ ചുംബിക്കാൻ തൗഫീഖ് നൽകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ലക്ഷ്യം അതാണ്, നമ്മുടെ ലക്ഷ്യം അതാണ്. ശരിക്കും ഓർത്തു വയ്ക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇങ്ങനെ കഴിഞ്ഞുകൂടി അവസാനം നമ്മൾ സിയാറത്തിന് വേണ്ടി വരണം. ഇതേ വികാരം കഅബ ഷരീഫിനെ അവസാനം വിട പറയാൻ പോകുമ്പോഴും വേണ്ടതാണ്. നമ്മൾ 2 നിയ്യത്തുകൾ ഈ സമയത്ത് ചെയ്യണം. ഒന്ന്, അള്ളാഹുവേ, എന്റെ മക്കത്തേക്കുള്ള മദീനത്തേക്കുള്ള വരവ് അവസാനത്തേതാക്കരുത്, ഇനിയും വരാൻ എനിക്ക് ഭാഗ്യം നൽകണമേ. 2, അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ്, റഹ്മാനായ റബ്ബേ, കഅബ ഷരീഫയും റൗള ഷരീഫയും റഹ്മാനായ നീയുമായി, നിന്റെ ഹബീബുമായിട്ടുള്ള ബന്ധം ഒരിക്കലും അവസാനത്തേതാക്കല്ലേ അള്ളാഹുവേ, ഇനി കൂടുതൽ വളരാനും ഉയരാനും തൗഫീഖ് നൽകണമേ. അള്ളാഹു നമുക്ക് ഈ 2 നിയ്യത്തിൽ എടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് 2ാമത്തെ നിയ്യത്താണ്, ഏറ്റവും പ്രധാനപ്പെട്ടത്. മനാസിക്കിന്റെ മുഴുവൻ കിതാബുകളിലും ദുആയുണ്ട്, അള്ളാഹുവേ, ഇത് എന്റെ അവസാനത്തെ ബന്ധമാക്കല്ലേ അള്ളാഹുവേ. ഈ ഒരു നിയ്യത്തോടുകൂടി നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പോയി അവസാനമായി സലാം പറയുന്നു. അള്ളാഹു നമ്മളെ കരയിപ്പിക്കുമാറാകട്ടെ, നമുക്ക് വിനയം നൽകുമാറാകട്ടെ, താഴ്മ നൽകുമാറാകട്ടെ. ആദരവായ റസൂലിന്റെ ഭാഗത്ത് സലാം മടക്കപ്പെടുന്നവരിൽ പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങൾ, നമ്മൾ വരും നാട്ടിലേക്ക് മടങ്ങി. നമ്മൾ നാട്ടിലെത്തി.
ഹജ്ജ് കഴിഞ്ഞു, ഉംറ കഴിഞ്ഞു, സിയാറത്ത് കഴിഞ്ഞു, ഇല്ല കഴിഞ്ഞിട്ടില്ല. അതിലെ മൂന്നാമത്തെ ഘട്ടത്തിൽ പ്രവേശിക്കുന്നു. ഗുണങ്ങളുടെ ഘട്ടം, ഒരുക്കത്തിന്റെ ഘട്ടം കഴിഞ്ഞു, കർമ്മങ്ങളുടെ ഘട്ടം കഴിഞ്ഞു. മൂന്നാമത്തെ ഗുണങ്ങളുടെ ഘട്ടമാണ്. അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ചിലപ്പോൾ 100 വർഷം, ചിലപ്പോൾ 100 മാസം, ചിലപ്പോൾ 100 ദിവസം, ചിലപ്പോൾ 100 മണിക്കൂർ നമ്മൾ നമ്മുടെ നാട്ടിൽ വീട്ടിൽ താമസിക്കും. ജീവിതത്തിന് യാതൊരു വിലയുമില്ല. പക്ഷേ മക്കയ്ക്കും മദീനയ്ക്കും വിലയുണ്ട്. നമ്മളൊരു ഹാജിയായി കഴിയൽ, ഒരു മക്കക്കാരനായി കഴിയൽ, ഒരു മദീനക്കാരനായി കഴിയൽ. പ്രിയപ്പെട്ട ഷാഹിദ് മൗലവി, പ്രിയപ്പെട്ട ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, നിങ്ങൾ ഒന്നാന്തരം കച്ചവടക്കാരനാകണം, ഒന്നാന്തരം കൃഷിക്കാരനാകണം, ഒന്നാന്തരം വീട്ടുകാരനാകണം, വീട്ടുകാരിയാകണം. ദുനിയാവിന്റെ സകല കാര്യങ്ങളുമായി ബന്ധപ്പെടണം. പക്ഷേ ഞാൻ മക്കക്കാരനാണ് എന്ന ഓർമ്മ ബോധം എനിക്ക് വേണം. ഞാൻ മദീനക്കാരനാണ് എന്ന ഓർമ്മ എനിക്ക് വേണം. ഞാൻ കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് ചുറ്റിയിട്ടുണ്ട്. സഫാ മറവിക്കിടയിൽ നിലവിളിച്ചുകൊണ്ട് ഓടിയിട്ടുണ്ട്. മിനായിൽ പോയി കിടന്നിട്ടുണ്ട്. അറഫയിൽ പടച്ചവനെ വിളിച്ചിട്ടുണ്ട്. മുസ്ദലിഫയിൽ ആകാശം നോക്കി കിടന്നിട്ടുണ്ട്. അതുപോലെ ജംറകളിൽ എറിഞ്ഞിട്ടുണ്ട്. പടച്ചവന് വേണ്ടി ഞാൻ മുടിയെടുത്തിട്ടുണ്ട്. ഞാൻ സലാത്തിന്റെ പാട്ട് പാടിക്കൊണ്ട് മദീനയിൽ വന്നിട്ടുണ്ട്. ഹബീബിന്റെ മുന്നിൽ നിന്നിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, തങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. മദീനയുടെ മണ്ണും മിണ്ണും സ്നേഹിച്ചിട്ടുണ്ട്, പ്രേമിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ആളും കൂടിയാണെന്ന് ഓർമ്മ വേണം, ഓർമ്മ വേണം. ബസ് ശരിയായി, വേണ്ടതൊക്കെ നമുക്കുണ്ടാകും. വേണ്ടതൊക്കെ ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഇൻഷാ അല്ലാഹ് അടിവെച്ച് നിങ്ങൾ കയറിക്കൊണ്ടിരിക്കും, മേപ്പോട്ട് കയറിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ വലിയാകും, പടച്ചവരിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്നും ഒരു പാവപ്പെട്ട മനുഷ്യൻ ഹജ്ജിന് വേണ്ടി പോയി. അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തി. ഈ പറഞ്ഞതുപോലെ വീണ്ടും വികാരത്തിന് വേലിയേറ്റം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഒരിക്കലും മതിയാകത്തിന് ഹജ്ജ് ചെയ്താൽ അടുത്ത വർഷം വീണ്ടും പോകണം. ഒരു കയ്യിനും കാലിനും അസ്വസ്ഥതയുള്ള സഹോദരൻ ഇന്നലെ പറയണം, ഉസ്താദെ ഒരാഗ്രഹം കൂടി, ഒന്നുകൂടി മക്കത്ത് മദീനത്ത് പോകണം, അവിടെ തന്നെ കിടന്നാൽ മതി എന്ന ചിന്ത. ഒരു വല്ലാത്ത പ്രവർത്തനമാണിത്. ആഗ്രഹം തീരത്തേയില്ല. അങ്ങനെ അദ്ദേഹത്തിന് വീണ്ടും ആഗ്രഹം. ഒരു റമദാൻ മാസത്തിൽ വലിഞ്ഞു കയറി അദ്ദേഹം വീണ്ടും ഉംറയ്ക്ക് പോയി. കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് തവാഫ്, സഅയ്, ഉംറയെല്ലാം നിർവഹിച്ചു. അവസാനത്തെ 10 മദീന മുനവ്വറയിൽ ആദരവായ റസൂലിന്റെ അരികിൽ ഇഅ്തികാഫിരുന്നു. യാ റഹ്മാൻ. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരം നിർവഹിച്ചു. ജുമുഅ നമസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരത്തെ പോയി wuduവൊക്കെ എടുത്തു. അസറിന് നേരത്തെ പ്രവേശിക്കാമല്ലോ. ജുമുഅയുടെ അസറിന് ശേഷമുള്ള സമയം വളരെ മുബാറക്കായ സമയമാണ്. അദ്ദേഹം വന്നു. നേരത്തെ റൗളത്തുൽ മിൻറിയാദിൽ ജന്നയിൽ പെട്ടെന്ന് സീറ്റ് കിട്ടി. അങ്ങോട്ടേക്ക് ചാടിക്കയറി ഇരുന്നു. ബാങ്ക് കൊടുക്കപ്പെട്ടു. സുന്നത്ത് നമസ്കരിച്ചു. 1ാമത്തെ റക്അത്ത്, 2ാമത്തെ റക്അത്ത്, 3ാമത്തെ റക്അത്ത്, 4ാമത്തെ റക്അത്തിൽ അദ്ദേഹം സുജൂദിലേക്ക് വീഴുന്നത് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്പാദങ്ങളിലേക്കാണ്. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയുണ്ടായി. മരിക്കതെങ്കിൽ ഇങ്ങനെ മരിക്കേണ്ട സഹോദരങ്ങൾ. അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ളൊരു വികാരത്തിന്റെ, വിലായത്തിന്റെ യാത്രയാണ് ഹജ്ജിന്റെ യാത്ര. വെറും പേരിന്റെ പെരുമയുടെ യാത്ര. അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വരണം. നിർബന്ധമായിട്ട് ദുനിയാവിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. പക്ഷെ മക്കക്കാരനാണ് ഞാൻ, മദീനക്കാരനാണ് ഞാൻ, എനിക്ക് വീണ്ടും അങ്ങോട്ട് പോണം എന്ന ആഗ്രഹം വേണം. ഇൻഷാ അല്ലാഹ് രണ്ടാമത് നടക്കും. ഞാൻ ആ വാപ്പയോട് അങ്ങനെ തന്നെ പറഞ്ഞു. ഒന്നെങ്കിൽ നിങ്ങൾ മക്കത്ത് മദീനത്ത് മരിക്കും, അല്ലെങ്കിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തും. അൽഹംദുലില്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണി ആരെങ്കിലും മദീനയിൽ മരിക്കണമെന്ന് ആഗ്രഹിച്ചു, അവന്റെ മരണം വേറെ എവിടെയെങ്കിലും ആണെങ്കിലും അള്ളാഹു അവനെ എന്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് കിടത്തും. ധാരാളം അനുഭവങ്ങളുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. വലിയ ഭാഗ്യമായി കാണും. ഭയങ്കര ഭാഗ്യവാനാണ് നിങ്ങൾ, ഭയങ്കര ഭാഗ്യവാനാണ്. ധാരാളം ആളുകൾ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിച്ചു. കൊറോണയുടെ ഇടയിൽ അവർ യാത്രയായി. കൊറോണയുടെ സമയത്ത് ഭയങ്കര നെഞ്ചിടിപ്പായിരുന്നു. ശൂന്യമായ കഅബ, മസ്ജിദുൽ ഹറാം, ശൂന്യമായ മസ്ജിദുൽ നബവി. യാ അല്ലാഹ്, ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? ഭയങ്കര ആദിയായിരുന്നു. ഈ റമദാൻ മാസത്തിൽ അല്ലാഹു കവാടം തുറന്നു. ഹാജിമാര് പുഴ പോലെ ഒഴുകി. അൽഹംദുലില്ലാഹ്, ആദ്യത്തെ ഹജ്ജാണ്. അള്ളാഹു
നിങ്ങളുടെ ഹജ്ജ് എളുപ്പമാക്കുമാറാകട്ടെ. ഇതിന്റെ ബറക്കത്തുകൊണ്ട് പടച്ചവൻ ഭൂലോകത്തിൽ നിന്നും മുഴുവൻ വ്യാധികളെയും അല്ലാഹു ഉയർത്തുമാറാകട്ടെ. പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്ത് നിന്നും ഹജ്ജിന് പോകുന്നവരെ ഈ സമുദായം ദുഃഖിക്കുകയും വേദനിക്കുകയും അസ്വസ്ഥമാവുകയും ഒറ്റപ്പെടുത്തപ്പെടുകയും കുറ്റപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത സമയത്താണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് വലിയ ദൗത്യം കൂടിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഹജ്ജ് നിർവഹിക്കുന്നത്. മരണപ്പെട്ടു പോയ വാപ്പയുടെയും ഉമ്മയുടെയും ഭാഗത്തു നിന്നാണ് ഹജ്ജും ഉംറയും സിയാറത്തും. ജീവിച്ചിരിക്കുന്ന സാധുക്കളുടെ ഭാഗത്ത് നിന്നാണ് ഹജ്ജും ഉംറയും സിയാറത്തും. ജയിലുകളിൽ കിടക്കുന്ന മർദ്ദന പീഡനങ്ങൾ ഏൽക്കുന്ന പണ്ഡിതന്മാരുടെയും സാധുക്കളുടെയും ഭാഗത്ത് നിന്നാണ് ഹജ്ജും ഉംറയും സിയാറത്തും. ഇവിടെ ജനിക്കാനിരിക്കുന്ന സമുദായത്തിന്റെ ഭാഗത്ത് നിന്നുമാണ് നിങ്ങൾ ഹജ്ജും ഉംറ സിയാറത്തെന്ന് ഓർമ്മ വേണം. ആ ഒരു കാര്യം മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ശാന്തമായ ഹജ്ജിന് അമലുകൾ ചെയ്യൽ, നല്ല നിലയിൽ നിർവഹിക്കൽ. ഒരു മടിയും കൂടാതെ കൊച്ചുകുട്ടികളെ പോലെ നിങ്ങൾ സംശയങ്ങൾ ആലിമീങ്ങളോട് ചോദിക്കൽ. എനിക്കിങ്ങോട്ട് വരുന്ന സമയത്ത് തിരക്കുകൂട്ടിയാണ് വന്നത്. അതുകൊണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട് കിതാബുകൾ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് സൗകര്യപ്പെടുമെങ്കിൽ ഇന്ന് 2 മണി മുതൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഓച്ച നമ്മുടെ മദ്രസയിൽ ഹജ്ജിന്റെ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് വരാൻ പറ്റുന്നവരോട് വരുന്നില്ലെങ്കിൽ വരുന്നവരോട് ഇൻഷാ അല്ലാഹ് പറഞ്ഞു വിട്ടാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട 1-2 പ്രധാനപ്പെട്ട രചനകൾ നിങ്ങൾക്ക് തന്നുവിടാൻ വേണ്ടിയാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.